നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റി ആണ്. മെന്റൽ എബിലിറ്റിയിലെ ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ വാട്ടർ ഇമേജിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച മിറർ ഇമേജ് ജസ്റ്റ് ഒന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് നമ്മളുടെ വാട്ടർ ഇമേജ് എന്ന് പറയുന്ന ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നമ്മളുടെ മിറർ ഇമേജ് ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. കണ്ടോ, ഫസ്റ്റ് ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ഒരു മിറർ വെച്ചേക്കുന്നു. ഇപ്പുറത്ത് നിങ്ങൾക്ക് അതിന്റെ മിറർ ഇമേജും കാണാൻ സാധിക്കും. അപ്പൊ എല്ലാരും ഒന്ന് നോക്കിയേ, നമ്മൾ പഠിച്ചതുപോലൊക്കെ തന്നെയാണോ എന്ന് നോക്കിയേ. നമ്മൾ പഠിച്ചൊരു കാര്യം, മിറർ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മിററിന്റെ ഇപ്പുറത്ത് കിടക്കുന്നത് ഇപ്പുറത്തെത്തണം അല്ലെ. മിറർ ഇമേജിൽ ആദ്യം ഈ മിററിനോട് ചേർന്നിരിക്കുന്നത് ആദ്യം വെക്കണം. അതിനുശേഷം ഈ കൈ കണ്ട അതുപോലെയുണ്ട്. ഇവിടുത്തെ ഈ തല കണ്ടോ തിരിഞ്ഞു വരുന്നു, എല്ലാം തിരിഞ്ഞു വരുന്നു. ഈ കൈ കണ്ടോ ഇപ്പുറത്തായി, ഈ വടി കണ്ടോ ഇപ്പുറത്തായി. ഇത് ഇതുപോലെ തന്നെ ഇല്ലേ ഇരിക്കുന്നത്, നേരെ തന്നെയല്ലേ വടി ഇരിക്കുന്നത്, ആള് നേരെ തന്നെയല്ലേ ഇരിക്കുന്നത്, ആൾക്കൊരു മാറ്റവും ഇല്ല. ചെരുപ്പ് കണ്ടോ ഇതിനോട് ചേർന്നത് ഇവിടെ ആയി, അപ്പുറത്തത് ഇപ്പുറത്തായി. എല്ലാം നേരെ ഇപ്പുറത്താകും എന്ന് മാത്രം, എല്ലാം ഇപ്പുറത്താകും എന്ന് മാത്രം. എല്ലാരും ഫിഗർ നോക്കണം. ഇത് കണ്ടോ ഇങ്ങോട്ടിരിക്കുന്നതാണ്, ഇത് തിരിഞ്ഞു വരും. എന്നിട്ട് ഈ താന്നിരിക്കുന്ന ഈ തൊപ്പി ഇപ്പുറത്തെത്തും. എല്ലാം ഇപ്പുറത്തോട്ട് തിരിച്ചു വെക്കും എന്ന് മാത്രം. ഇതാണ് മിറർ ഇമേജ്. എല്ലാവരും സസൂക്ഷ്മം ഈ ഫിഗർ നോക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ വാട്ടർ ഇമേജ് പഠിക്കുമ്പോൾ ആ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. എന്താണ് മിറർ ഇമേജ്, എന്താണ് വാട്ടർ ഇമേജ്, നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാകും. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടി കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണുണ്ടോ? ഓക്കെ ആണ്? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത ഫിഗറിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മളുടെ അടുത്ത ഫിഗർ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത ഫിഗർ. എല്ലാരും ഒന്ന് നോക്കിയേ. ഇതിനകത്തും എന്ത് തന്നെ മനസ്സിലായി. കളർ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വന്നില്ലേ. നമ്മളുടെ ഈ ഒരു മിററിനോട് ചേർന്നിരിക്കുന്നത് ഇവിടെ വരും. പിന്നെ മിററിന്റെ ദൂരെ ഇരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ പോകും. ഇവിടെ കണ്ടോ, ഇത് ഈ വെർട്ടിക്കൽ പൊസിഷൻ, അതായത് മിറർ ഇമേജിൽ ഈ വെർട്ടിക്കൽ പൊസിഷൻസിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അതാത് സ്ഥാനത്ത് ഒരു വ്യത്യാസം കൂടാണ്ട് നിൽക്കും. പക്ഷെ ഇതാണ്ട് ഈ ഹൊറിസോണ്ടൽ, ഇങ്ങനെയുള്ള ഈ ഹൊറിസോണ്ടൽ ആണ് അപ്പുറം അപ്പുറം ചേഞ്ച് ആകുന്നത്. അത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. മിറർ ഇമേജ് ഹൊറിസോണ്ടൽ മാത്രമാണ് ചേഞ്ച്, വെർട്ടിക്കലിന് ഒരു മാറ്റവും ഉണ്ടാകില്ല, അതുപോലെ ഇരിക്കും. ഈ ഫിഗറിൽ നിങ്ങൾക്ക് അത് വ്യക്തമായോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഈ ഫിഗർ നോക്കിയേ. വെർട്ടിക്കൽ ഇമേജസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഹൊറിസോണ്ടൽ കാര്യങ്ങളെ മാറുകയുള്ളൂ. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഇനി നമ്മൾ അടുത്ത ഫിഗർ കാണിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കളർ ഇല്ലാത്ത ഫിഗേഴ്സ് ആണ് നമുക്ക് കൂടുതൽ എക്സാമിന് കിട്ടുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഇരിക്കുന്നത് അപ്പുറത്ത് വരയ്ക്കുക. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ ആണ്, അത് നമ്മൾ ഇങ്ങോട്ട് വരച്ചു. ഇനി ഇവിടെ ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ചു. ഇനി ഇവിടെ നമുക്കൊരു ക്രോസ് ലൈൻ ഉണ്ട്, അത് നമ്മൾ ക്രോസ് ലൈൻ വരച്ചു. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ടൊരു ഫിഗർ ഉണ്ട്. നമ്മൾ ഇങ്ങനെ തന്നെ വരയ്ക്കാൻ നോക്കുമ്പോൾ കറക്റ്റായി നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ ഈ ഒരു ചതുരം കംപ്ലീറ്റ് ചെയ്തു. ഒരു സ്ക്വയർ ആണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. ഇനി 3 സ്റ്റാറുകൾ ഉണ്ട്. അതാണ്ട് ഇങ്ങനെ തന്നെ വരണം. അതായത് ഇവിടുന്നതിന്റെ തൊട്ടടുത്താണ് 2 സ്റ്റാർ. അപ്പൊ അവിടെ തന്നെ നമ്മൾ 2 സ്റ്റാർ വരയ്ക്കണം. എന്നിട്ട് ഇതിന്റെ ഈ വരയോട് ചേർന്നാണ് ഇവിടെ വരുന്നത്, ആ സ്റ്റാർ അതുപോലെ വരയ്ക്കണം. അങ്ങനല്ലേ ഫിഗർ? അപ്പൊ കറക്റ്റ് അതുപോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അല്ലാതെ വരച്ച് നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ ഇങ്ങനെ വരയ്ക്കാനൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള മിറർ ഇമേജുകൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് കാണുക. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്, ക്ലോക്കിന്റെ സമയം എങ്ങനെ കാണാം. ഓക്കെ ആണ്? എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ ആണ്? ഹൃതിക ശ്രദ്ധിക്കുന്നുണ്ടോ? മേരി റോസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ ആണ്? ഇവ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മള് ഇനി നോക്കുന്നത് നമ്മുടെ എങ്ങനെയാണ് ഒരു ക്ലോക്ക്, നമ്മുടെ വീട്ടില് ക്ലോക്ക് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ച് ഉണ്ട്. ഈ വാച്ച് കൊണ്ടുപോയി കണ്ണാടിയിൽ നോക്കി അല്ലെ, കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിറർ ഇമേജ് കിട്ടും. ഇതിന്റെ മലയാളമാണ് പ്രതിബിംബം കിട്ടും. പ്രതിബിംബം കിട്ടും. ഇത് കണ്ടോ, ഈ സമയം എന്താണ്? സമയം നോക്കിയേ. സമയം എന്താണ്? എല്ലാരും ഒന്ന് പറഞ്ഞേ ഈ സമയം. എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. ഇത് 4 അല്ലേ? അപ്പൊ ഇവിടെ സമയം 6:20 ആണ്.
അപ്പൊ ഈ 6:20 എന്ന സമയം കണ്ണാടിയിൽ കൊണ്ടുപോയി കാണിക്കുമ്പോൾ അല്ലെ, ഇതാണ് ഒറിജിനൽ ക്ലോക്ക്, സോറി തെറ്റിപ്പോയി. ഇത് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം കണ്ട തിരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോ കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് ഈ സമയങ്ങൾ കണ്ടോ, സമയങ്ങളെല്ലാം നമ്പേഴ്സ് എല്ലാം തിരിഞ്ഞു വരുന്നുണ്ടോ? കണ്ണാടി കാണിക്കുമ്പോൾ സമയങ്ങളെല്ലാം തിരിഞ്ഞു വരുന്ന കണ്ടോ? ആ സമയങ്ങളെല്ലാം തിരിയും. എന്നിട്ട് നമുക്ക് ഈ 6:20 പകരം ഇവിടെ കിട്ടുന്ന സമയം എത്രയാണ് നോക്കിയേ, ഇത് കണ്ടോ, 7:20 എന്നാണ് ഇവിടെ നമുക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥ ടൈമും നമ്മുടെ മിറർ ഇമേജും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ കണ്ടോ, ഇത് കണ്ടോ, യഥാർത്ഥ ടൈം ഇപ്പോൾ റിയൽ ഇമേജ് യഥാർത്ഥ സമയം 10 മണി, നമുക്ക് കിട്ടുന്നത് എന്താണ് 2 മണി. ഈ കൊച്ചു സൂചി അല്ലെങ്കിൽ നമുക്ക് ക്ലോക്ക് എടുക്കുവാണെങ്കിൽ 3 സൂചികൾ കാണാം. ഏറ്റവും ചെറുതാണ് അവർ ആൻഡ് മണിക്കൂർ സൂചി, കുറച്ച് വലുതായിട്ടുള്ളതാണ് നമ്മളുടെ മിനിറ്റ് സൂചി അല്ലെ, മിനിറ്റ് സൂചി. പിന്നെ വലുതൊരെണ്ണം ഉണ്ട്, അത് സെക്കൻഡ് സൂചിയാണ്. നമ്മൾ മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു സെക്കൻഡ് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമല്ലോ, അതുകൊണ്ട് അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ അവറും ഈ ഒരു മിനിറ്റ് സൂചി മാത്രമേ എടുക്കാറുള്ളൂ. ഇത് രണ്ടും നോക്കിയാണ് നമ്മൾ എപ്പോഴും സമയം പറയുന്നത് അല്ലെ. 10 മണി എന്ന് പറയുമ്പോൾ ഇത് അവർ സൂചിയാണ്, ഇത് നമ്മളുടെ മിനിറ്റ് സൂചിയാണ്. ഇത് രണ്ടും നോക്കിയല്ലേ നമ്മൾ ടൈം പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ സൂചി താണ്ട നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നു. ഈ സൂചി വെർട്ടിക്കൽ ആണ്, വെർട്ടിക്കലിന് മാറ്റമില്ല നമ്മൾ പഠിച്ചു, വെർട്ടിക്കൽ മാറത്തില്ല. അപ്പൊ ഇത് 12 തന്നെ നിൽക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 മണി എന്ന് കിട്ടി. എല്ലാവർക്കും 2 മണി കിട്ടിയോ? എല്ലാവർക്കും 2 മണി കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? എത്ര പേർക്ക് 2 മണി എന്ന ടൈം കിട്ടി? എത്ര പേർക്ക് കിട്ടി 2 മണി എന്നൊരു ടൈം? കിട്ടുന്നുണ്ടോ? ഇതിന്റെ മിറർ ഇമേജ് മനസ്സിലാകുന്നുണ്ടോ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കമന്റ് ചെയ്യുക ആൻസർ. നമ്മളുടെ യഥാർത്ഥ ടൈം ഞാനൊന്ന് മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. യഥാർത്ഥ ടൈം ഇപ്പോൾ 9 മണിയാണെങ്കിൽ നിങ്ങളുടെ മിറർ ഇമേജ് എന്താകും? യഥാർത്ഥ ടൈം ഇപ്പോൾ 9 മണിയാണെങ്കിൽ മിറർ ഇമേജ് എന്താകും? ഇപ്പുറത്തോട്ട് നേരെ വരച്ചാൽ മതിയല്ലോ. ഈ ടൈമിന് നേരെ കാണുന്ന ടൈമിലേക്ക് വരച്ചാൽ മതി. 10ന് നേരെ ഇവിടെ കാണുന്നത് 2 അല്ലേ, അതിൽ 9ന് നേരെ കാണുന്നത് 3 ആണ്. അപ്പൊ എന്ത് കിട്ടും? 3 മണി എന്ന് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ 12ന് നേരെ കാണുന്ന ആളാരാ? 6 മണി. 12ന് നേരെ കാണുന്ന ആളാരാണ്? എല്ലാരും കമന്റ് ചെയ്യുക. നമ്മളുടെ ഉത്തരം 6 മണിയാണ് അല്ലെ. 12ന് നേരെ കാണുന്ന ആളാരാണ്? 6 മണിയാണ്. അങ്ങനെയാണെങ്കിൽ 10 മണിക്ക് നേരെ കാണുന്ന ആളാരാണ്? 2 മണി. 10 മണിക്ക് നേരെ 2 മണി. 1 മണിക്ക് നേരെ കാണുന്ന ആളാരാ? 11 മണി. 3 മണിക്ക് നേരെ കാണുന്ന ആളാരാ? 9 മണി. 4 മണിക്ക് നേരെ 8 മണി. 5 മണിക്ക് നേരെ 7 മണി. 6ന് നേരെ 12 മണി. അപ്പൊ ഈ നമ്മുടെ ക്ലോക്കിൽ ഇപ്പൊ 12 മണിയാണെങ്കിൽ നമുക്ക് മിറർ ഇമേജ് എന്ത് തന്നെ കിട്ടും? ഈ 12 മണി തന്നെ കിട്ടും. ഇനി ക്ലോക്കിൽ ഇപ്പോൾ 1 മണിയാണ് സമയമെങ്കിൽ മിറർ ഇമേജ് നമുക്ക് എന്ത് കിട്ടും? 11 മണി കിട്ടും. ഈ 2 മണിയാണെങ്കിൽ 10 മണി കിട്ടും. ഇവർ ഓപ്പോസിറ്റാ. 3 മണിയാണെങ്കിൽ 9 മണി കിട്ടും. 4 മണിയാണെങ്കിൽ 8 മണി കിട്ടും. 5 മണിയാണെങ്കിൽ 7 മണി കിട്ടും. പക്ഷെ 6 മണിയും 12 മണിയും മിറർ ഇമേജ് സെയിം തന്നെയാണ്. 6 മണിയും 12 മണിയും മിറർ ഇമേജ് സെയിം തന്നെയാണ്. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ടൈമുകളുടെ മിറർ ഇമേജ് എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. എല്ലാവർക്കും പിടികിട്ടിയില്ലേ? അപ്പൊ ഞാൻ പറയുകയാണ്, ക്ലോക്കിലെ സമയം 5 മണി എങ്കിൽ നിങ്ങൾ മിറർ ഇമേജ് പറയൂ. ക്ലോക്കിലെ സമയം 5 മണി എങ്കിൽ മിറർ ഇമേജ് എത്ര? ക്ലോക്ക് 5 മണിയാണ്. 5 മണിക്ക് നേരെ ഉള്ളത് 7 മണിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്തുവാ? 7 മണി. ക്ലോക്കിലെ സമയം 3 മണി, മിറർ ഇമേജ് എത്ര? 3 മണിക്ക് നേരെ ഉള്ളത് 9 മണിയാണ്. അപ്പൊ ഉത്തരം 9 മണി. മനസ്സിലായോ? ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലോക്കിലെ സമയം 9 മണിയാണ്. ക്ലോക്കിലെ സമയം 9 മണിയാണ്. ഇതിന്റെ മിറർ ഇമേജ് ചോദിച്ചാൽ ഇപ്പുറത്തോട്ട് വരച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 മണി എന്ന് കിട്ടും. 3 മണി എന്ന് കിട്ടിയോ? ഇതിന്റെ മിറർ ഇമേജ് എല്ലാവർക്കും കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായവരെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേ. മനസ്സിലായവരെല്ലാരും ലൈക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അടുത്തത് പറയാൻ പറ്റൂ. ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, ഇങ്ങനെ 10 മണി, 11 മണി, 12 മണി, ഇങ്ങനെ 12 മണികളാണല്ലോ ക്ലോക്കിൽ ഉള്ളത്.
മണികൾ, ഇങ്ങനത്തെ മണികളുടെ മിറർ ഇമേജ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 12 അങ്ങ് കുറച്ചാൽ മതി. ഇപ്പൊ 9 മണിയല്ലേ ചോദിച്ചത്, 12 9 മണി കുറച്ചു, അപ്പൊ നമുക്ക് 3 കിട്ടി. ഇതാണ് നിങ്ങളുടെ ഉത്തരം. 3 മണിയാണ് ഉത്തരം. ക്ലിയർ ആണോ? ഇനി നിങ്ങളുടെ 10 മണി ചോദിച്ചു, 12 10 കുറച്ചു, അപ്പൊ നമുക്ക് 2 കിട്ടി. അപ്പൊ 2 നമ്മളുടെ ഉത്തരം. അപ്പൊ മണികൾ തന്നു കഴിഞ്ഞാൽ 12 നിന്ന് കുറച്ചാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. മണികൾ തന്നു കഴിഞ്ഞാൽ 12 നിന്ന് കുറച്ചാൽ മതി. ഇപ്പൊ നമുക്ക് 1 മണി തന്നു. 1 മണി തന്നാൽ 12 1 കുറച്ച് ഉത്തരം 11. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 11 മണി. ഇനി 4 മണി തന്നു, 12 4 കുറച്ചു, അപ്പൊ എനിക്ക് 8 കിട്ടി. 5 മണി തന്നു, 12 5 കുറച്ചു, 7 കിട്ടി. 12 9 കുറച്ചു, 9 മണി തന്നു, അപ്പൊ 3 കിട്ടി. ഇപ്പൊ പിടി കിട്ടിയോ? അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇതൊരു ഇക്വേഷൻ ആണ്, എഴുതി വെച്ചോളൂ. മണികളാണെങ്കിൽ 1 2 3 എക്സെട്ര 11 12 ഇങ്ങനെ മണികളാണെങ്കിൽ 12 നിന്ന് കുറച്ചാൽ മതി. ക്ലിയർ ആണ്? നോട്ടിൽ എഴുതിയേക്കാം. അപ്പോൾ നോക്കിയിരുന്ന് എഴുതിയാൽ മതി. 12 വരെ ആണെങ്കിൽ മണികളാണെങ്കിൽ 12 നിന്ന് കുറച്ചാൽ മതി. 12 നിന്ന് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് പ്രതിബിംബം കിട്ടും. അപ്പൊ ഇതെല്ലാവർക്കും പിടി കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? വളരെ ഈസി ആണോ? ഈസി ആണോ? ജാസ്മിൻ മനസ്സിലായോ? ഓക്കെ ആണ്? ഹായ് ആദിദേവ്, ആൻഡ്രിയ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും പിടി കിട്ടിയോ? ഹായ് മേരി. നമ്മളെപ്പോഴും മനുഷ്യനാകാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ കാസ്റ്റുകൾ പറയരുത്. കാര്യം നമ്മളുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ ഏകത്വമാണ് അല്ലെ. നമ്മൾ എല്ലാ ജാതി മതസ്ഥരും സഹോദരങ്ങളെ പോലെ ഈക്വലായി ഇവിടെ ജീവിക്കുകയാണ്. നമ്മൾ പരസ്പരം, നമ്മൾ ജനിച്ചപ്പോൾ ഒരു വിശ്വാസം നമുക്ക് കിട്ടി. നമ്മുടെ അച്ഛനമ്മമാർ ആ വിശ്വാസത്തിലാണ്, നമ്മളും ആ വിശ്വാസം, നമ്മളൊരു ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പക്ഷെ നമ്മൾ ക്ലാസ്സിലൊന്നും എന്ത് പറയരുത്? ജാതി വെച്ച് പറയരുത്. അതുപോലെ നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ, നമ്മൾ മറ്റു മനുഷ്യരെ കാണുമ്പോൾ ജാതി വെച്ച് സംസാരിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലൂടെ രക്തമാണ് ഒഴുകുന്നത്, ബ്ലഡ് ആണത്. എല്ലാവർക്കും ഒരേ നിറം, ഒരേ കളർ, ബ്ലഡിന് ചുവപ്പ് കളർ തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും തുല്യരാണ്. പിന്നെ നമ്മൾ ജനിച്ചപ്പോൾ ആ വീട്ടിലായി, നമ്മൾ ആ കാസ്റ്റായി. നമ്മൾ വേറൊരു വീട്ടിലായിരുന്നെങ്കിൽ വേറെ കാസ്റ്റ് ആയേനെ, ബുദ്ധമതമായേനെ അല്ലെങ്കിൽ ജൈനമതമായേനെ, നമ്മൾ അങ്ങനെ അങ്ങ് പോയേനെ. പക്ഷെ നമ്മൾ ജനിച്ചു, നമ്മൾ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു, നമ്മുടെ ജീവിതത്തിന് നല്ലതാണ്. നമ്മളൊരു മതത്തെ വിശ്വസിച്ച് ആ ദൈവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറെ നന്മകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളങ്ങ് പോവുക. നമ്മളൊരു പേടിയോടുകൂടി ജീവിതം മുന്നോട്ട് പോകും. അല്ലാണ്ട് നമ്മുടെ ക്ലാസ്സിലിരുന്ന് ഇന്ന കാസ്റ്റ് ആണ് അങ്ങനെ പറയരുത്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക, അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, നമ്മളുടെ ഇന്ത്യയെ മുറുകെ പിടിക്കുക. ക്ലിയർ ആണ്? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഇനി നോക്കിയേ, 5 മണി എന്നൊരു സമയം കാണുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരം എന്താണ്? 5 മണിയാണെങ്കിൽ എന്താണ് പ്രതിബിംബം? 5 മണിയാണെങ്കിൽ പ്രതിബിംബം എന്താണ്? 5 മണി പ്രതിബിംബം എന്താണ്? നോക്കിയേ, 5 മണി 2 രീതി മാം പറഞ്ഞു തന്നു. 5 മണിയുടെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് 7 മണിയാണ്. അപ്പൊ തന്നെ 7 മണി എന്ന് പറയാം. അതല്ല, അത് മനസ്സിലായില്ലെങ്കിൽ 12 5 കുറയ്ക്കുക, അപ്പൊ നമുക്ക് 7. ഏതൊരു സംഖ്യ തന്നാലും 12 എന്നാണ് കുറയ്ക്കേണ്ടത്. ഏതൊരു സംഖ്യ തന്നാലും 12 എന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോ 6 മണി തന്നാൽ 12 6 കുറച്ച് ഉത്തരം 6 മണി. 6 മണിയുടെ പ്രതിബിംബം 6 മണി തന്നെയാണ്. അപ്പൊ 12 മണി തന്നെ തന്നാലോ? 12 12 കുറച്ചാൽ 0. 0 എന്ന് പറയുന്ന ഒരു സംഖ്യ ക്ലോക്കിലില്ല. 0 കിട്ടിയാൽ നമ്മുടെ ഉത്തരം അതേ സംഖ്യ എന്നാണ്. അതായത് 12 മണി തന്നെയാണ് 12 മണിയുടെ പ്രതിബിംബം. 12 മണിയുടെ പ്രതിബിംബം 12 മണി തന്നെയാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണ്. ഇനി എനിക്ക് മറ്റൊരു കാര്യം കൂടി പ്രതിബിംബത്തിന്റെ പറയാനുണ്ട്. അതായത് ദാണ്ടെ ഇങ്ങനെ തരികയാണ്. ഇത് കണ്ട, ഇവിടെ ദാണ്ടെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് നമ്മൾ വരച്ചു. ഇവിടെ ഇത് വെർട്ടിക്കൽ ആണ്, വെർട്ടിക്കൽ മാറ്റമില്ല, നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ലെ. ഇനി ഇതാണ്ട് ഇങ്ങനെ ഒരു സാധനം തന്നാലും നമ്മൾ ഇപ്പുറത്തോട്ട് അങ്ങ് വരച്ചാൽ മതി, വെർട്ടിക്കൽ സെയിം രീതി. ഇനി ഇതാ അടുത്തൊരു ഇമേജ് തരികയാണ്, ഇങ്ങനെ തന്നു. അപ്പൊ ഇപ്പുറത്ത് അതേ നമ്പർ ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി, സെയിം ആയിട്ട് അങ്ങ് വരച്ചാൽ മതി, കറക്റ്റ് നമുക്ക് കിട്ടും. ഇതാണ് ഇവിടെ നോക്കിയേ, ഇത് കണ്ടോ, ഇവിടെ തന്നു, ഇതിന്റെ ഓപ്പോസിറ്റ് ദാ ഇവിടെയാണ്. അപ്പൊ ദാ ഇങ്ങോട്ട് വരച്ചു, ഈ വര ഇപ്പുറത്തോട്ട് വരച്ചു, അപ്പൊ ദാ ഇവിടെ കിട്ടി. ക്ലിയർ ആണ്? അപ്പൊ ഇത് 12:15 ആണ് ടൈം. നമുക്കിവിടെ ടൈം കിട്ടുന്നത് 11:45 എന്നാണ് പ്രതിബിംബം. അപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നമ്മൾ നോക്കുക. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാൾ തരുന്ന ഒരു സമയം പ്രതിബിംബം കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് 6:20 തന്നു. നിങ്ങളുടെ എത്ര മണി തന്നു? 6:20 തന്നു. അപ്പൊ നമ്മൾ പ്രതിബിംബം
പ്രതിബിംബം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1160 കുറച്ചാൽ മതി. എപ്പോഴും 1160 കുറച്ചാൽ മതി. അപ്പൊ 0 0 കുറച്ചു, 6 2 കുറച്ചു 4, 11 6 കുറയ്ക്കുമ്പോൾ 5. നമുക്ക് എത്ര കിട്ടി ഉത്തരം? 540 എന്നാണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് 6 20 ആണെങ്കിൽ കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 540 എന്ന ഉത്തരം കിട്ടും. ആൻസർ എന്ത് വരും? 540 എന്ന ഉത്തരം കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, നമുക്കിപ്പോ പ്രതിബിംബം എന്ന് പറയുമ്പോൾ ഇത് 6 ഇത് 7 8 9 9.5 ഇവിടെ തന്നിരിക്കുന്നത്. 1160 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 230 എന്ന് കിട്ടും. ഇതൊന്ന്, ഇത് 2, ഇത് 2 30 ആണ്. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങളുടെ ഞാൻ ചോദിക്കുകയാണ് 7 10 പ്രതിബിംബം എത്ര? നിങ്ങൾ എന്ത് ചെയ്യണം? 1160 കുറയ്ക്കുക. 1160 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 450 കിട്ടും. ഇതാണ് പ്രതിബിംബം. ഇനി നിങ്ങളുടെ ചോദിക്കുകയാണ് 325 പ്രതിബിംബം എത്ര? അപ്പൊ 1160 കുറയ്ക്കുക. 6 കുറയ്ക്കാൻ 5 ആക്കി. ഇത് 10 5 കുറയ്ക്കാം 5, 5 2 കുറയ്ക്കാം 3, 11 3 കുറയ്ക്കുമ്പോൾ 8. ഉത്തരം 8:35. ഇനി ചോദ്യം വരികയാണ് 11 നമ്മളുടെ സമയം 4:30 ആണ്. അങ്ങനെയാണെങ്കിൽ 1160 4:30 കുറച്ചാൽ മതി. ഉത്തരം 7:30 എന്ന് കിട്ടും. അപ്പോ ഒരു മണികളാണെങ്കിൽ 1 മണി 2 മണി 3 മണി 4 മണി 5 മണി ഇങ്ങനെ മണികളാണെങ്കിൽ 12 നിന്ന് കുറച്ചാൽ മതി എന്ന് മനസ്സിലാക്കി. ഇനി ഇൻ ബിറ്റ്വീൻ ഒരു ടൈമാണ് 2:20 3:20 4:30 5:30 6:30 7:30 8:40 9:15 10:17 2:12 ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ഒരു ടൈം ആണെങ്കിൽ 11:60 കുറച്ചാൽ മതി. ഫിക്സഡ് ആണ് ആ വാല്യൂ 11:60. ഹായ് ഹന്ന, ഹായ് മേരി, ഓക്കെ ആണ്. ഹായ് ഏഞ്ചല, ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയോ? അപ്പൊ നമുക്ക് അതും മനസ്സിലായി. അപ്പൊ നമുക്കിവിടെ 3 കണ്ടീഷൻസ് പഠിക്കണം. അതായത് 1 മണി 2 മണി 3 മണി ഇങ്ങനെ 12 വരെ മണികളാണെങ്കിൽ 12 നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രതിബിംബം കിട്ടും. ഇനി നമ്മളുടെ 10:59 വരെ, അതായത് 11 മണിയിൽ താഴെ വരെ ആണെങ്കിൽ നമുക്ക് 11:60 കുറച്ചാൽ ഉത്തരം കിട്ടും. എന്നാൽ ഇവിടുത്തെ ചോദ്യം കണ്ടോ, 12:15 11 മണിയിൽ കൂടിയ ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ചോദ്യം 11:10 11:30 11:27 11:52 11:55 12:10 12:27 12:37 12:52 12:55 12:59 12:2 12:7 12:14 12:18 ഇങ്ങനെ 11 മണിക്ക് ശേഷം വരുന്ന നമ്മുടെ 12:55 വരെയുള്ള സംഖ്യകളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, 11:1 മുതൽ 12:55 വരെയുള്ള സംഖ്യകൾ പ്രതിബിംബം ചോദിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 23:60 കുറയ്ക്കണം. എത്രയിന്ന് കുറയ്ക്കണം? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. എത്രയിന്ന് കുറയ്ക്കണം? 23:60. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മണികളാണെങ്കിൽ 12 കുറയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, നമ്മൾക്ക് തന്നിരിക്കുന്ന സമയം ഒരു 11 മണിയിൽ താഴെയുള്ള ഒരു വാല്യൂ ആണെങ്കിൽ, 11 എന്ന് പറയുന്ന വാല്യൂവിൽ താഴെയുള്ള സമയമാണെങ്കിൽ 11:60 കുറയ്ക്കാം. എന്നാൽ 11-ൽ കൂടിയ ഒരു വിലയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ 23:60 കുറയ്ക്കണം. എന്ത് ചെയ്യണം? 23:60 കുറയ്ക്കണം. ഇവിടെ നിങ്ങൾക്ക് 12:15 ആണ് തന്നേക്കുന്നത്. നമ്മൾ 23:60 11 12 15 കുറച്ചു. 5 10 10 5 കുറയ്ക്കാം, 5 1 കുറയ്ക്കാം 4, 3 2 കുറയ്ക്കാം 1, 2 1 കുറയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 11:45. ക്ലിയർ ആണോ? 3 കണ്ടീഷൻസ് പഠിച്ചു വെക്കുക. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ നോക്കിയേ, ഒരു ചോദ്യം 12:20 ആണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വരച്ചായിരിക്കും തരുന്നത്. ഇത് 12 20 എന്ന് പറയുമ്പോൾ 4. അപ്പൊ നമുക്കത് ഇങ്ങനെ ആയിരിക്കും തരുന്നത്. നമ്മൾ നോക്കുമ്പോൾ 12:20. അപ്പൊ നിങ്ങൾക്ക് വരച്ച് തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇപ്പുറത്തോട്ട് അങ്ങ് വരച്ചാൽ മതി. ഇത് 12, ഇപ്പുറത്ത് 8ന്റെ സ്ഥാനത്തോട്ട് അങ്ങ് വരയ്ക്കുക. 8ന്റെ സ്ഥാനത്തോട്ട് വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മളുടെ ഉത്തരം വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നു, 23:60 കുറച്ചു 4, 3 2 കുറച്ചാൽ 1 ആണ്, 2 1 കുറച്ചാൽ 1 ആണ്. നമുക്ക് ഉത്തരം വരുന്നത് എന്താണ്? 0. 6 2 കുറച്ചു 4 ആണ്, 3 2 കുറച്ചു 1 ആണ്.
2ൽ നിന്ന് 1 കുറച്ചാൽ 1 ആണ്. അപ്പൊ നമുക്ക് ഉത്തരം വരുന്നത് ഇവിടെ 12 ആണ്. ഇത് ഇച്ചിരി നീങ്ങത്തില്ലേ? അപ്പൊ 11:40 എന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. ഈ 8-ലിരിക്കുമല്ലോ, 8-ലിരിക്കുമ്പോൾ 11:40. ഇനി മറ്റൊരു ചോദ്യം തരികയാണ്. അതായത് 11:30 എങ്കിൽ പ്രതിബിംബം എത്ര? 11:30 ഒന്നെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് എഴുതി തരാം, അതല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്ലോക്കിലിരിക്കും. 11 ഇത് 30 ആണെങ്കിൽ 6ലോട്ട് അല്ലെ. അപ്പൊ അത് ഇങ്ങനെ വരയ്ക്കും 11:30. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 11 മണിയിൽ കൂടുതലാണ് ഈ വേല. അപ്പൊ നമ്മൾ 23:60 കുറയ്ക്കണം. അപ്പൊ നമുക്ക് കിട്ടും 12:30. ഉത്തരം എന്താണ്? 12:30. അതാണ്ട് ഈ ലൈൻ ഇപ്പുറത്തോട്ടാകത്തില്ലേ? ഇപ്പുറത്തോട്ടാകും, 6 അതുപോലെ നിൽക്കും. അതായത് 12:30. എത്ര പേർക്ക് മനസ്സിലായി? 3 കണ്ടീഷൻസ് എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെയാണ്. 3 കണ്ടീഷൻസ് മനസ്സിലായവരെല്ലാരും ലൈക്ക് ചെയ്തേ. 3 കണ്ടീഷൻസ് മനസ്സിലായ എല്ലാരും ലൈക്ക് ചെയ്തേ. ഓക്കെ, എങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. എല്ലാവരും കമന്റ് ചെയ്യുക ഉത്തരം. 12:10 സമയം. പ്രതിബിംബം എത്ര? ഒന്നെങ്കിൽ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ ക്ലോക്കിൽ വരച്ചു കാണിക്കാം. ഇത് 12, 1, 2. അതായത് 12:10 വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒരു കൊച്ചു സൂചി, മിനിറ്റ് അവർ സൂചി 12ലും 2ലോട്ട് 10 ഇരിക്കും. തിരിച്ചിപ്പുറത്തോട്ട് ഇട്ടാൽ മതി, വളരെ ഫാസ്റ്റായി. ഫിഗർ തന്നെയാണെങ്കിൽ തിരിച്ചങ്ങിട്ടാൽ മതി. തിരിച്ചങ്ങിട്ടാൽ തന്നെ ഉത്തരത്തിലെത്താം. ഓക്കെയാണ്. ഈ 12 ഇവിടെ തന്നെ വെച്ചു. ഇപ്പുറത്തോട്ട് ഇടുമ്പോൾ ഇതെങ്ങോട്ട് വരയ്ക്കണം? 10ലോട്ട് വരയ്ക്കണം. അതായത് 23:60 കുറയ്ക്കുക. ആൻസേഴ്സ് എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 11:50 എന്നാണ്. ഉത്തരം വരുന്നത് 11:50 എന്നാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സമയം നിങ്ങൾ വാച്ചിലെങ്ങാനും എടുക്കുക, നിങ്ങളുടെ കണ്ണാടിയിൽ കൊണ്ടുപോയി നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം കിട്ടും. റിയൽ ഇമേജ് നമ്മൾ കണ്ണാടിയിൽ നോക്കി, നമ്മളുടെ വാച്ചിൽ നോക്കി, എന്നിട്ട് കണ്ണാടി കാണിക്കുമ്പോൾ നമ്മൾ ഈ ചെയ്തെടുക്കുന്ന ഉത്തരങ്ങളാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? കമന്റ് ചെയ്യണേ, എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ക്ലിയർ ആണ്? താങ്ക് യു സിജിമോൾ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ഉത്തരം മനസ്സിലായില്ലേ? ഇനി നമ്മളപ്പോ വാട്ടർ ഇമേജിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതിനകത്ത് ഇമേജസ് പഠിച്ചു, മിറർ ഇമേജ് പഠിച്ചു, ഫിഗേഴ്സ് വെച്ച് പഠിച്ചു, ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ക്ലോക്കിന്റെ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ആ 3 കണ്ടീഷൻസും നമ്മൾ ഇവിടെ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫിഗർ അങ്ങ് മാറ്റി വരച്ചാൽ മതി. നിങ്ങൾ 12 എന്ന് കാണുമ്പോൾ ഇത് കണ്ടോ, ഇപ്പുറത്തോട്ട് നീക്കണം. അപ്പൊ 11ലോട്ടായിരിക്കും ഇത് കിട്ടുന്നത്. തൊട്ടിപ്പുറത്തോട്ട് ഫിഗർ അങ്ങ് വരച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. 3 ഇക്വേഷൻസ് ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. ഇപ്പുറത്തോട്ട് വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. ചിലർക്ക് ആ ലോജിക്ക് പെട്ടെന്ന് വരത്തില്ല, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ വരച്ച് പഠിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? വാട്ടർ ഇമേജ് ആണ്. ഇത് കണ്ടോ, ഇവിടെ വെള്ളം കിടക്കുക. ഈ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ ഇമേജ് കിട്ടത്തില്ലേ? എല്ലാരും കാണുന്നുണ്ടോ ഈ ഫിഗർ? ശ്രദ്ധിച്ചിരിക്കണേ. മിറർ ഇമേജിൽ നിന്ന് വ്യത്യസ്തമാണ് വാട്ടർ ഇമേജ്. മിറർ ഇമേജിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വാട്ടർ ഇമേജ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ എന്താണോ മുട്ടി നിൽക്കുന്നത്, ഇവിടെ താഴെ എന്താണോ മുട്ടി നിൽക്കുന്നത്, അവിടെ നിന്നാണ് നമ്മളുടെ ഈ ഫിഗർ തുടങ്ങുന്നത് അല്ലെ. ഇവിടെ ടോപ്പ്, ഇതാണ് ഇതിന്റെ ടോപ്പ് പൊസിഷൻ. ഈ ഫിഗറിന്റെ ഇതാണ് ഇതിന്റെ ബോട്ടം പൊസിഷൻ. അതായത് ബോട്ടം ഇനി ഇവിടെ എന്തായി? ടോപ്പായി മാറും. ബോട്ടം എല്ലാം ഇവിടെ ടോപ്പായി മാറും. എന്നിട്ടോ ഇവിടുത്തെ ടോപ്പ് ഇവിടുത്തെ എന്തായി മാറി? ഏറ്റവും ബോട്ടമായി മാറും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോപ്പ് ബോട്ടം ആകും, ബോട്ടം ടോപ്പ് ആകും. നിങ്ങൾ ആ ഫിഗർ നന്നായി നോക്കുക. ഇവിടെ ഇതാണ് ഇതിന്റെ അടിഭാഗം, ബോട്ടം ഭാഗം. അതിവിടെ ഏറ്റവും മുകളിലെത്തി എന്നുള്ളത് ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഫിഗർ, ഈ ഫിഗറില് കാൽ എവിടാണ് ഇരിക്കുന്നത്? ഈ റൈറ്റ് സൈഡിലല്ലേ? ഇതാണ് നമ്മളുടെ റൈറ്റ് സൈഡ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലല്ലേ? ലെഫ്റ്റ് സൈഡിൽ തന്നെയല്ലേ കാല്? അപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞോ? മിറർ ഇമേജ് ആയിരുന്നെങ്കിൽ ഈ ഫിഗർ ഇപ്പുറത്തോട്ട് തിരിഞ്ഞിരുന്നേനെ അല്ലെ. ഇത് ഇങ്ങോട്ട് തിരിയും. മിറർ ഇമേജ് ആയിരുന്നെങ്കിൽ ഇത് എങ്ങനെ വരുമായിരുന്നു? ഈ പക്ഷിയുടെ കാല് ഇപ്പുറത്താകണം അല്ലെ. പക്ഷിയുടെ കാല് ഇപ്പുറത്താകും, പക്ഷി മൊത്തത്തിൽ ഇപ്പുറത്തോട്ട് തിരിയുമായിരുന്നു അല്ലെ. ഇങ്ങനെ ഇരിക്കുന്ന ഈ പക്ഷി ഇപ്പുറത്തോട്ട് തിരിയണം. ഈ ചുണ്ടാതി ഇപ്പുറത്ത് വരണം, തല ഇപ്പുറത്ത് വരണം. എന്നിട്ട് മൊത്തത്തിൽ ഇത് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്നത് പോലെ വരും. എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല,
ഓക്കെ ആണ്. ഇപ്പുറത്തോട്ട് വരും. ഇത് വാട്ടർ ഇമേജ് ആണ്, പക്ഷെ അതേ സ്ഥാനത്ത് നിൽക്കും. ടോപ്പും ബോട്ടം മാത്രമാണ് ഇവിടെ ചേഞ്ച് വരുന്നത്. ഇനി നമുക്ക് വാട്ടർ ഇമേജ് ഒന്ന് കാണണം. എന്താണ് വാട്ടർ ഇമേജ് എന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. മനസ്സിലാകുന്നുണ്ടോ? വാട്ടർ ഇമേജ് എല്ലാവരും ഒന്ന് നോക്കിയേ. മറ്റേതിൽ നിന്ന് നല്ല വ്യത്യാസമാണ് വാട്ടർ ഇമേജും നമ്മളുടെ മിറർ ഇമേജും. ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. വാട്ടർ ഇമേജ് ആണോ മിറർ ഇമേജ് ആണോ? നിങ്ങൾ വീട്ടില് ഒന്ന് 2-3 കാര്യങ്ങൾ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്യണം. ഒന്ന്, നിങ്ങളൊരു ഹോംവർക്ക് പോലെ ചെയ്യണം. അതായത് ABCD ഒന്ന് നല്ല വൃത്തിയിൽ വലുതായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ മിററിൽ പോയി നോക്കണം. അതുപോലെ നിങ്ങൾ ക്ലോക്ക്, നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് എടുത്ത് അല്ലെങ്കിൽ വാച്ച് എടുത്ത് 6 മണി ഒക്കെ കൊണ്ടുപോയി കാണിക്കണം. 5 മണി എടുത്തൊന്ന് കാണിക്കണം, 8 മണി കാണിക്കണം, 8:30 കാണിക്കണം. അങ്ങനെ നിങ്ങളൊന്ന് നോക്കണം. ഇതെങ്ങനുണ്ട്, എങ്ങനെയാണിത് മാറുന്നത്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നമ്മുടെ മിററിൽ കൊണ്ടുവരുമ്പോൾ തിരിഞ്ഞു വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം വരും. അതിൽ നിങ്ങളൊരു പക്ഷിയൊക്കെ വരയ്ക്കണം. എന്നിട്ട് ഈ പക്ഷിയെ കൊണ്ടുപോയി മിററിൽ കാണിക്കുമ്പോൾ ഈ പക്ഷി തിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പക്ഷി ഇപ്പുറത്തോട്ട് തിരിഞ്ഞു വരും. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫിഗേഴ്സ് എടുത്തു കൊണ്ടുപോയി ഒരു വാട്ടറിൽ, ഏതെങ്കിലും ഒരു വെള്ളത്തിൽ, അതും പറഞ്ഞ് നിങ്ങൾ കുളത്തിൽ പോയി ചാടാനല്ല, അങ്ങനൊന്നും പോയി ചെയ്യല്ലേ. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തൊന്ന് കാണിച്ചു നോക്കിയാൽ മതി ഇമേജ് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. കുളത്തിന്റെ അടുത്തോട്ടൊന്നും ആരും പോകരുത്, വളരെ അപകടമാണ്. ആരും കുളത്തിന്റെ അടുത്ത് പോകരുത്. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ ആണ്. ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മുടെ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ വാട്ടർ ഇമേജ് എന്താകും? ട്രയാങ്കിളിന്റെ വാട്ടർ ഇമേജ് ഈ ടോപ്പ് അല്ലെ, ഇതാണ് ടോപ്പ്, ഇതാണ് ബോട്ടം. ബോട്ടം ടോപ്പായി താഴോട്ട് വരും. അപ്പോൾ എന്ത് കിട്ടി? ട്രയാങ്കിൾ തന്നെ, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ കിട്ടിയോ? ചതുരം, ചതുരത്തിൻ്റെത് ഒരു വാട്ടർ ഇമേജ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ചതുരം തന്നെ കിട്ടും. ചതുരത്തിന്റെ വാട്ടർ ഇമേജ് എന്താണ് കിട്ടുന്നത്? കറക്റ്റ് ചതുരം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവർ ഇപ്പൊ പറയണം. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ ഒരു സ്റ്റാർ വരയ്ക്കുകയാണ്. സ്റ്റാർ വരയ്ക്കുകയാണെങ്കിലും ഇതിനകത്ത് ചെറിയ വേരിയേഷൻസ് വരും. കാര്യം ഇവിടെ കിടക്കുന്നതായിരിക്കും ആദ്യം വരുന്നത്, ഇപ്പുറത്ത് കിടക്കുന്നതായിരിക്കും ഇപ്പുറത്ത് വരുന്നത്, ഇവിടുത്തെ ആയിരിക്കും ഇങ്ങനെ. ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കും. സ്റ്റാറിൽ ചെറിയ വേരിയേഷൻസ് വരും. അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഇനി സർക്കിളാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് സർക്കിൾ തന്നെയാണ് ഇവിടെ വാട്ടർ ഇമേജ് ആയിട്ട് കിട്ടുന്നത്. മാറ്റമില്ല സർക്കിളിന്. ഇനി ഒരു ആരോ വരയ്ക്കുകയാണ്, ഇങ്ങോട്ടുള്ള ആരോ ആണ് വരയ്ക്കുന്നതെങ്കിൽ വാട്ടർ ഇമേജും അങ്ങോട്ടുള്ള ആരോ തന്നെ ആയിരിക്കും, ഒരു മാറ്റവും ഇല്ല. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെയായിരിക്കും, മുകളിലോട്ട് വരച്ചാൽ അത് മാറും. ടോപ്പ് ബോട്ടം ആകും, ബോട്ടം ടോപ്പ് ആകും. പക്ഷെ ഹൊറിസോണ്ടൽ വ്യത്യാസമില്ല. മിറർ ഇമേജിൽ ഹൊറിസോണ്ടൽ വ്യത്യാസമുണ്ട്. ഇവിടെ ടോപ്പ് ബോട്ടം ആണ് വേരിയേഷൻ, ഇവിടെ ടോപ്പ് ബോട്ടം ആണ് വേരിയേഷൻ. ഇതെന്തായി മാറും? ഇത് വരയ്ക്കുമ്പോൾ ഈ ഭാഗമാണ് ഇങ്ങനെ വരേണ്ടത്. ക്ലിയർ ആണ്? ഇനി നോക്കിയേ, ഒരു പെന്റഗൺ ഇങ്ങനെ വരച്ചാലോ, ഇതാണ് ഇവിടെ വരുന്നത്. തിരിച്ചു വരത്തില്ലേ വാട്ടർ ഇമേജ്? വാട്ടർ ഇമേജ് ഇങ്ങനെയാകും. ഇനി ഇങ്ങനത്തെ ഒരു ഫിഗർ വരച്ചാലോ, ഈ ഭാഗമാണ് ഇവിടെ വരേണ്ടത്. എന്നിട്ട് അതേ പൊസിഷൻ, ഇപ്പൊ ഈ സ്ഥലം ഇങ്ങോട്ടല്ലേ, ഈ ഭാഗത്തോട്ടല്ലേ, റൈറ്റ് ലെഫ്റ്റ് അങ്ങോട്ട് തന്നെ ഇത് വലുതായി നിൽക്കണം. അല്ലാതെ അപ്പുറത്തോട്ട് നമ്മുടെ മിറർ ഇമേജ് പോലെ മാറരുത്, ലെഫ്റ്റ് റൈറ്റ് മാറരുത്. ഇനി ഈ ഫിഗർ ദാണ്ട് ഇത് നോക്കി, ഈ ആരോ ഇങ്ങോട്ടാണെങ്കിൽ ഇപ്പുറത്തോട്ടാണ് ഇങ്ങനെ വരും. ചരിഞ്ഞു വന്നാൽ മാറ്റം സംഭവിക്കും. ഓക്കെ ആണ്? ചരിഞ്ഞു വന്നാൽ മാറ്റം സംഭവിക്കും. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ഇനി നമുക്കൊരു ലവ് ഷേപ്പ് നോക്കാം. ലവ് ഷേപ്പ് എങ്ങനെയായിരിക്കും? ക്ലിയർ ആണ്? ഇപ്പൊ എല്ലാവർക്കും വാട്ടർ ഇമേജ് ഒരു ഐഡിയ വരുന്നുണ്ടോ? വാട്ടർ ഇമേജ് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയോ? വാട്ടർ ഇമേജ് ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയവർ ലൈക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായവര് ലൈക്ക് ചെയ്യുക. ഏഞ്ചല, മേരി പറഞ്ഞോ, മനസ്സിലായോ? ശിവാനന്ദൻ പിടികിട്ടിയോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. സിജിമോൾ മനസ്സിലായോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. മാം ഒരു ടഫ് പോർഷൻ ആണ് മാം, അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും റെഡിയാണോ? ഓക്കെ ആണ്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായി. മിറർ ഇമേജ് നമ്മൾ പഠിച്ചു, ക്ലോക്കിന്റെ കാര്യങ്ങൾ പഠിച്ചു, വാട്ടർ ഇമേജിന്റെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു.
ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇതും കൂടെ പറയുകയാണ്. ലെറ്റേഴ്സ് ഇതാണ്ട് റിഫ്ലക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്. വാട്ടറിൽ കാണുന്നതിനെയാണ് നമ്മൾ വാട്ടർ ഇമേജ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ ഒരു റിഫ്ലക്ഷൻ കാണും, അതിനെയാണ് നമ്മൾ വാട്ടർ ഇമേജ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ് അല്ലെ. അപ്പൊ അപ്പും ഡൗണും ആണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആകുന്നത്. ഇപ്പൊ എ എന്ന് പറയുന്ന ലെറ്ററിനെ വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇവിടെ തുടങ്ങണ്ടേ ഇത് ഇങ്ങോട്ടാകും അല്ലെ. ഈ വര അതുപോലെ കിടക്കും, ഇങ്ങനെ ആയിരിക്കും. ബി എന്ന് പറയുന്ന ലെറ്ററോ ഇവിടെ ഇങ്ങനെയല്ലേ വരേണ്ടതാ. അപ്പൊ ഇത് ഇൻവേർട്ടഡ് ആകി വരത്തില്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? ബി പോലെ തന്നെ വരണ്ടേ. അല്ലാതെ നമ്മുടെ മിറർ ഇമേജ് ആയിരുന്നെങ്കിൽ ഇപ്പുറത്തോട്ട് തിരിയും. വാട്ടർ ഇമേജിൽ അങ്ങനെയാണോ? ടോപ്പ് ബോട്ടം ആണ് ചേഞ്ച് ആകേണ്ടത്. ക്ലിയർ ആണ്? ടോപ്പ് ബോട്ടം ആണ് ഇവിടെ ചേഞ്ച് വരേണ്ടത്. ക്ലിയർ അല്ലേ? സിയില് വലിയ വേരിയേഷൻ ഉണ്ടോ? വേരിയേഷൻ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ഓക്കെ ആണ്. അതേപോലെയാണ്. അപ്പൊ ഡി കണ്ടോ? ഡി തന്നെയാണ്. ഇയില് വേരിയേഷൻ ഉണ്ടോ? ഇല്ല. പക്ഷെ എഫ് കണ്ടോ? എഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ടോപ്പിൽ ദാണ്ട് ഈ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് ആണ് വരേണ്ടത്. ഈ പോയിന്റ് വന്നിട്ട് ഇങ്ങോട്ടാണ്. കണ്ടേ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മള് മിറർ ഇമേജ് ആയിരുന്നെങ്കിൽ ഈ എഫ് തിരിഞ്ഞു വരും അല്ലെ. ഇങ്ങോട്ടുള്ള സാധനം അപ്പുറത്ത് പോകും, അപ്പുറത്തുള്ള സാധനം ഇപ്പുറത്ത് വരും. പക്ഷെ ഇവിടെ ഈ എഫ് അതേ പൊസിഷനിൽ നിൽക്കണം. കണ്ടോ? ഇങ്ങോട്ടാണ്. ഈ സൈഡിലോട്ടാണെങ്കിൽ ഈ സൈഡിൽ തന്നെ നിൽക്കണം. അതിന്റെ വരകൾ സൈഡ് മാറാൻ പാടില്ല. സൈഡ് അപ്പുറവും ഇപ്പുറവും ആകാൻ പാടില്ല. ഇനി ജി കണ്ടോ? ജി ചേഞ്ച് ഉണ്ട്. എച്ചിന് ചേഞ്ച് ഇല്ല, ഐക്ക് ചേഞ്ച് ഇല്ല. ജെ കണ്ടോ? ജെയുടെ വര ഇങ്ങോട്ടാണ്. അപ്പൊ ഇങ്ങോട്ട് തന്നെ നിക്കണം. ഈ സൈഡിൽ തന്നെ നിക്കണം. അപ്പുറത്തെ സൈഡിൽ പോത്തില്ല, ഈ സൈഡിൽ നിൽക്കും. കെക്ക് വലിയ മാറ്റമില്ല. എല്ല് കണ്ടോ? എല്ല് അങ്ങ് ടി ആയി. ടി പോലെ ഇരിക്കും അല്ലെ. എല്ല് താണ്ട് ഇങ്ങനെയായി. എം കണ്ടോ? തിരിഞ്ഞു വന്ന കണ്ടോ? ഇങ്ങനെയായി, ഡബ്ല്യു പോലെയായി. എൻ കണ്ടോ? എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, ഡൗട്ട് വരരുത്. ഓ കണ്ടോ? പി കണ്ടോ? ക്യൂവിന്റെ വര കണ്ടോ? ഇങ്ങോട്ടാണ് ക്യൂവിന്റെ വര ഇങ്ങോട്ടാണ്. അപ്പൊ അവിടുന്ന് തന്നെയാണ് വരയ്ക്കേണ്ടത്. കണ്ടോ? ക്യൂവിന്റെ വര ഇങ്ങോട്ടാണ്. ആറ് ചേഞ്ച് ആയി. എസ് കണ്ടോ? ഇങ്ങനെയാണ്. അപ്പൊ ഇവിടുന്നാണ് വരേണ്ടത്, ഇങ്ങോട്ടായി. ടി യു വി ചേഞ്ചസ് കണ്ടോ? ഓക്കെ ആണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ലെറ്റേഴ്സിന്റെ ചേഞ്ച് നന്നായി മനസ്സിലാക്കുക. അപ്പോ ഒന്നുകൂടെ കാണിക്കുകയാണ്. എ ബി സി ഡി ഇതെല്ലാം നമ്മൾ കണ്ടു. ഇസഡ് വരെ വാട്ടർ ഇമേജസ് കണ്ടു. എല്ലാവരും മനസ്സിലാക്കിയോ ലെറ്റേഴ്സിന്റെ വാട്ടർ ഇമേജ്? ഇതിന്റെ ബേസിക് ഐഡിയ കിട്ടിയാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എല്ലാവരും കമന്റ് നോക്കാണ്ട് ശ്രദ്ധിച്ചിരിക്കണം ക്ലാസ്. ഇനി സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ ഇങ്ങോട്ട് എ വന്നു, അങ്ങോട്ട് തന്നെ എന്ത് വരണം? നമ്മളുടെ തിരിച്ചു ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങോട്ട് ബി വന്നാൽ ഒരു പി പോലെ തിരിച്ചു വരയ്ക്കും. സിക്ക് മാറ്റമില്ല. ഡി ഇ എഫ് ഇങ്ങനെ തന്നെയാണ്. ഇനി നമ്പേഴ്സ് നോക്കിയേ. 0 അതുപോലെ. 1 കണ്ടോ? 1 ഇതുപോലെ തന്നെ വരയ്ക്കണം. 1 2 കണ്ടോ? ഇങ്ങനെയാണ്. അപ്പൊ ഇത് ആദ്യം വരണ്ടേ. എന്നിട്ട് ഈ സൈഡിലോട്ട് തന്നെ എന്ത് വരണം? 2ൻ്റെത് വരണം. 3 പോലെ തന്നെ ഇരിക്കും. 4 കണ്ടോ? 4 എങ്ങനെയാണ് വരേണ്ടത്? 4 ഇങ്ങനെയല്ലേ വരേണ്ടത്? 4 ഇങ്ങനെയല്ലേ വരേണ്ടത്? 4 5 കണ്ടോ? 5 എങ്ങനെ വരണം? ഈ ഭാഗം കണ്ടോ? ഈ ഭാഗം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങോട്ട്. 6 കണ്ടോ? 6 തിരിഞ്ഞു വരണം. 6 ഇങ്ങോട്ട്. 7 എങ്ങനെയാണ് വരേണ്ടത്? 7 കാണുന്നുണ്ടോ? 8 9 ഇങ്ങനെയാണ് നമ്പേഴ്സിൻ്റെത്. സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ. എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. സി ഡി ഇ എച്ച് ഐ കെ ഒ എക്സ് ഇതിലൊന്നും ചേഞ്ച് ഇല്ല. അപ്പോ കിക്ക് എന്ന ലെറ്ററിന് ചേഞ്ച് ഇല്ല. കിഡ് എന്ന് എഴുതിയാൽ ചേഞ്ച് ഇല്ല. ചൈൽഡ് എഴുതിയാൽ ചേഞ്ച് ഇല്ല. ഹൈക്ക് കോഡ് ചിക്കൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസം വരത്തില്ല. സ്റ്റോർ. നിങ്ങളുടെ ഉത്തരം പറയുക. നിങ്ങളുടെ ഉത്തരം പറയാൻ സമയമായി. സ്റ്റോറിന്റെ ഉത്തരം എന്താണ്? ആരാണ് ഏറ്റവും ആദ്യം കമന്റ് ചെയ്യുന്നത് നോക്കാം. ആർക്കാണ് നന്നായി മനസ്സിലായത് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. വ്യക്തമായോ? എല്ലാവർക്കും വ്യക്തമായോ? ആഹാ, കുറേയൊക്കെ എഴുതാൻ അറിയാം അല്ലേ? കൊള്ളാം. ടൂയും ഒരു ലാംഡ പോലെ ഒരു ലെറ്ററും ഞാൻ വായിച്ചു. ഇങ്ങനെയാണല്ലേ റീജ എന്ന് എഴുതുന്നത്? ഗുഡ്. ലാംഗ്വേജസ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ചെറിയ പ്രായമാണ്. പല ലാംഗ്വേജസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും. ഫ്രഞ്ച് ലാംഗ്വേജ് ഇപ്പം നെറ്റൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ എല്ലാവരും ആൻസർ 4 ആണ് എന്ന് പറഞ്ഞു. നമുക്ക് നോക്കിയാലോ. എസിനെ നമുക്ക് കണ്ടോ? ഈ എസ് പോലെ തന്നെ ഇരിക്കുവോ? എസ് പോലെ ഇരിക്കുവോ? ഇല്ല.
അതില്ല എന്ന് മനസ്സിലായപ്പോ തന്നെ ഈ ഓപ്ഷൻസ് എല്ലാം വെട്ടി. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. എലിമിനേഷൻസ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉത്തരം അറിയാമെങ്കിൽ അത് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ വെട്ടിക്കളയുക. നമ്മൾ ഉത്തരത്തിലേക്ക് പോവുക. പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട, ഇനി ബാക്കി ഒന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട. എസ് തന്നെ അല്ല ചിരിച്ചെഴുതുമ്പോൾ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഉത്തരമല്ല എന്ന്. ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ABCDയും അതുപോലെ തന്നെ സ്മോൾ ലെറ്ററും കണ്ട. എസ് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ വരേണ്ടത്, ഇങ്ങനെയല്ലേ വരേണ്ടത്. അപ്പൊ അങ്ങനെ വന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ തന്നെ ഉത്തരം കിട്ടി. ടി എഴുതുന്നത് എങ്ങനെയാണ്? ടി ടോപ്പ് ഇങ്ങനെ. ഓ തന്നെയാണ്. ആറിന് ചേഞ്ച് ഉണ്ട്. ആറിന്റെ ഈ സൈഡാണ് ആദ്യം തുടങ്ങേണ്ടത് അല്ലെ. ഇതാണ് ടോപ്പ്, ഇതാണ് നമ്മുടെ ടോപ്പ് സൈഡ്. എന്നിട്ടാണ് തിരിച്ചെഴുതേണ്ടത്. ഈയിലും ചേഞ്ച് വരും. സ്റ്റോർ നോക്കിയേ. അപ്പൊ വാട്ടർ ഇമേജ് വരുമ്പോൾ വാട്ടർ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഈ കേസ് നമ്മൾ നോക്കുമ്പോൾ എസ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? എങ്കിൽ ഈ ചോദ്യം നോക്കിയേ. സ്കേറി. ഇന്ന് നമ്മൾ സ്മോൾ ലെറ്ററിലേക്ക് പോവുകയാണ്. സ്കേറി ആയോ? ഞാൻ ഉത്തരവായിപ്പോയി. ഓക്കെ. സ്കേറി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. സ്കേറി കിട്ടിയോ? നോക്കിക്കോ. സ്കേറി എന്ന് പറയുമ്പോൾ എസ് ചേഞ്ച് നമ്മൾ ആദ്യം നോക്കി. എസ് ചേഞ്ച് ചെയ്യുന്നില്ല ഈ ഓപ്ഷൻ 3യിൽ. അതുകൊണ്ട് 3 നമ്മൾ വെട്ടിക്കളഞ്ഞു. 3 അല്ല എന്റെ ഉത്തരം. ഇനി സി തന്നെയാണ്. സി താണ്ട് ഇവിടെ മിറർ ഇമേജ് എടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ എന്റെ 4 എന്ന് പറയുന്ന ആൻസർ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇനി ഞാൻ എ നോക്കി. എയില് മിറർ ഇമേജ് അല്ലെ, നമ്മുടെ വാട്ടർ ഇമേജ് ഇങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ എ തന്നെ എഴുതി വെച്ചേക്കുന്നു, വെട്ടി. നിങ്ങൾ എപ്പോഴും വാട്ടർ ഇമേജ് മിറർ ഇമേജ് നോക്കുമ്പോൾ ഓപ്ഷനിൽ എലിമിനേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്നത് തെറ്റായി കിടക്കുന്ന ഓപ്ഷൻ അങ്ങ് വെട്ടിക്കളയുക. അപ്പൊ നമുക്ക് ഫൈനൽ ഉത്തരം വളരെ ഫാസ്റ്റ് ആയി കിട്ടും. ബാക്കി രണ്ടും നമ്മൾ നോക്കേണ്ട പോലും കാര്യമില്ല. ഇതാണ് നമ്മളുടെ ഉത്തരം. ഓപ്ഷൻ കിട്ടിയത് മനസ്സിലായോ? ക്ലിയർ ആണോ? കണ്ട, എസ് ഇങ്ങനെ വരണം, സി ഇങ്ങനെ വരണം, എക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വരണം, 6 തിരിഞ്ഞു വരണം. ഇങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണ്. നമ്മളപ്പോ ക്യാപിറ്റൽ ലെറ്റർ കണ്ടു, സ്മോൾ ലെറ്റർ കണ്ടു. വ്യക്തമാകുന്നുണ്ടോ? എല്ലാവർക്കും പിടി കിട്ടുന്നുണ്ടോ? ഹായ് നീതു എവിടെയാണ് പഠിച്ചത്? പുറത്തെവിടെയും പഠിച്ചിട്ടുണ്ടോ? ഹിന്ദി അറിയാം എന്ന് പറയുന്നു. ഇറ്റാലിയൻ അറിയാം. വെരി ഗുഡ്. ഓക്കെ. ഗ്രൂപ്പ് സോങ് പഠിക്കുന്നുണ്ട്. ജിൻസി കിട്ടുന്നുണ്ടോ? ആൻസേഴ്സ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? വാട്ടർ ഇമേജ് എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ വാട്ടർ ഇമേജ്? നമ്പേഴ്സിൻ്റെത് മാം കാണിച്ചു തന്നിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, 1 എന്ന് തന്നെ എഴുതി വെച്ചേക്കുന്നു. അപ്പൊ തന്നെ ഓപ്ഷൻ 1 അല്ല എന്ന് മനസ്സിലാക്കി. ഇനി 6ലേക്ക് പോയപ്പോ എല്ലാവരും ഒരുപോലെയാണ്. 8 കണ്ടോ? ചെറുതാണ് ആദ്യം, വലുതാണ് രണ്ടാമത്. അപ്പൊ വലുത് ആദ്യം വരണം, ചെറുത് രണ്ടാമത് വരണം. അങ്ങനെയാണ്. ഇവിടെ കണ്ടോ? ഇവിടെ ചെറുതാദ്യം, വലുത് രണ്ടാമത്. ഇത് നമ്മൾ ഇനി നോക്കരുത്. ഒന്ന് വെട്ടിക്കളഞ്ഞാൽ പിന്നെ അതിന്റെ ഓപ്ഷൻ നമ്മൾ ഇനി നോക്കരുത്. ഇനി അടുത്തതിലേക്ക് പോയി 9 ചേഞ്ച് ഉണ്ട്. പക്ഷെ ഇത് കണ്ടോ? 6 എഴുതി വെച്ചേക്കുന്നു. 6 ആണോ? അല്ല. അപ്പൊ ഈ 4th ഓപ്ഷൻ വെട്ടി. 2 ആണ്. ഇവര് 2 അല്ലേ? ഈ 2 എന്ത് ഇവര് 5 എന്ന് എഴുതി വെച്ചേക്കുന്നു. തെറ്റല്ലേ? 2ന് പകരം 5 എഴുതി വെച്ചേക്കുന്നു. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ഓക്കെ ആണ്. മാത്സിന്റെ ക്ലാസ്സിൽ നമ്മൾ തിയറി സെക്ഷൻ ഇപ്പം ഇങ്ങനെയാണ്, എ ഇങ്ങനെയാണ്, ബി അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കായിരിക്കും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വരും. ആദ്യം കുറച്ച് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സെക്ഷൻ വരെ ഇങ്ങനെ ക്ഷമിച്ചിരിക്കണമെങ്കിലേ ബാക്കി ക്ലിയർ ആയി വരികയുള്ളൂ. ഓപ്ഷൻ ഇന്ന് എപ്പോഴും എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് കളയുക. അതാണ് ഇതിനകത്ത് എളുപ്പ വഴി. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോ ഇവിടെ പിടികിട്ടിയല്ലോ ഇതെങ്ങനെയാണെന്നുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇനി നമ്മൾ രണ്ടൊരു ഫിഗർ നമുക്ക് നോക്കാം. ഈ ഫിഗർ എങ്ങനെയാണ് ആൻസർ എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. ഫിഗറിന്റെ ആൻസേഴ്സ് എല്ലാവരും കമന്റ് ചെയ്ത് ഞാൻ നോക്കാം. ഏറ്റവും ആദ്യം കമന്റ് ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഹായ് നീതു, സിജിമോൾ, ഇവ, ഹായ് ആൻഡ്രിയ, ഹായ് മോൻസ്,
ഹന്ന, ജിൻസി, ജിൽസിന, ശ്രീലക്ഷ്മി, അനീഷ്. ഡൗട്ട് ഉള്ളവർ പറയുക. ബിജു, പ്രിയ. ഡൗട്ട് ഉള്ളവർ കമന്റ് ചെയ്യുക. രേഖ, വയലാർ. രേഖ വയലാറാണോ സ്ഥലം? ആലപ്പുഴ ജില്ലയാ? ഓക്കെ ആണ്. ഹായ് ആൻഡ്രിയ. ഓക്കെ, അപ്പൊ അനീഷ് ആണ് ഇപ്രാവശ്യം ഏറ്റവും ആദ്യ ആൻസർ പറഞ്ഞേക്കുന്നത്. കൺഗ്രാറ്റ്സ് അനീഷ്. തൊട്ടുപിറകിൽ നീതു പറഞ്ഞു, ആൻഡ്രിയ പറഞ്ഞു, അഞ്ജു പറഞ്ഞു. പല പല ആൻസേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. മോൻസ് പറഞ്ഞു, സുനിത പറഞ്ഞു, രജി പറഞ്ഞു, റയാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കണം ഏതാണ് കറക്റ്റ് ആൻസർ. ഞാൻ ആദ്യം എന്റെ ഈ ഫിഗർ ഒന്ന് നോക്കി. ഫിഗർ ഇങ്ങനെ കിടക്കാണ്. ഇത് വാട്ടർ ഇമേജ് ആണ്. മിറർ ഇമേജ് ആണെങ്കിൽ ഈ സൈഡിലാണ് കൊടുക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മിറർ ഇമേജ് ആണെങ്കിൽ ഈ സൈഡിലാണ് വരയിടുക. ഇപ്പൊ ഒരു ഫിഗർ വരച്ചിട്ട് ഈ സൈഡിൽ ഇടും. വാട്ടർ ഇമേജ് ആണെങ്കിൽ ഇങ്ങനെ അടിഭാഗത്ത് വരയിടും. ഓക്കെ ആണ്. അതാണ് വാട്ടർ ഇമേജിന്റെ ഐഡന്റിഫിക്കേഷൻ. അടിയിലാണ് വരയിടുക. ഇനി നമ്മൾ ഈ ഫിഗർ ഒന്ന് നോക്കി. ഫിഗർ എന്തായാലും കിടക്കുന്ന ഫിഗർ എണീറ്റ് നേരെ നിൽക്കുവോ? ഇല്ല. അതുകൊണ്ട് ഈ 3 തെറ്റാണ്. കിടന്ന ഫിഗറിനെ പിടിച്ച് എണീപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. കിടക്കണം. അത് കിടക്കണ്ടേ? കിടക്കണം. ഇങ്ങോട്ട് കിടന്ന ഫിഗർ തിരിച്ച് ഇപ്പുറത്തോട്ട് വരുവോ? ഇല്ല. ഈ സാധനം ഇങ്ങനെ തന്നെ ഇരിക്കണം. തിരിച്ച് ഇപ്പുറത്തോട്ട് വരത്തില്ല. അത് മിറർ ഇമേജ് ആണ്. ഇപ്പുറത്തോട്ട് വരത്തില്ല. ഇത് തെറ്റാണ്. അപ്പൊ ഈ പൊസിഷനിൽ തന്നെ ഇത് കിടക്കണം. ഇത് രണ്ടും ശരിയാണ്. ഇനി ചെവിയിലേക്ക് നോക്കി. എല്ലാരും ഫിഗറിന്റെ ചെവി നോക്കിയേ. ഫിഗറിന്റെ ചെവി നോക്കിയേ. ചെവി കണ്ടോ? 2 സാധനം കണ്ടോ? മുയൽ ചെവി പോലെ. ഇവിടെ മുയൽ ചെവി പോലെ ഉണ്ടോ ഈ 4th ഓപ്ഷനില്? ഇല്ല. ചെവി തെറ്റാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഓപ്ഷൻ 1 ആണ്. വാട്ടർ ഇമേജ് കറക്റ്റ് രീതിയിൽ ഒന്നും ചെയ്ത് നോക്കിയില്ല. ജസ്റ്റ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഓപ്ഷനിൽ ഉത്തരമാകാൻ സാധ്യതയില്ലാത്തത്. അപ്പൊ എനിക്ക് ഉത്തരം അങ്ങ് കിട്ടി. ക്ലിയർ ആണോ? ഇനി ഇവിടുത്തെ മുഖം നോക്കിയേ. മുഖം ഇങ്ങനല്ലേ മുഖം? ഇവർക്ക് കണ്ടോ ഒരു വരയുണ്ട്. ഓപ്ഷൻ 4-ന് ഓപ്ഷൻ 3-നും ഇവിടെ ഫിഗറിൽ ഒരു വരയുണ്ട് മുഖത്ത്. അതും നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. കണ്ടോ ഇങ്ങനൊരു വരയുണ്ടോ? ഇങ്ങനൊരു വരയുണ്ടോ മുഖത്ത്? മൂക്ക് പോലൊരു വരയുണ്ടോ? ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ മൂക്കില്ല. ക്വസ്റ്റ്യനിൽ മൂക്കില്ലെങ്കിൽ ഓപ്ഷനിൽ ഉത്തരത്തിൽ മൂക്കിടരുത്. ഇച്ചിരി ഭംഗി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മൂക്കൊന്നും ഇട്ട് കളയരുത്. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഇല്ലാത്തതൊന്നും എടുത്തിടരുത്. ഇച്ചിരി ഭംഗി ഇരിക്കട്ടെ എന്റെ ഫിഗർ എന്ന് പറഞ്ഞിട്ട് ആൻസർ തെറ്റിക്കരുത്. എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും പിടികിട്ടിയോ? വളരെ ഈസി അല്ലേ? ഇപ്പോ വളരെ സിമ്പിൾ ആയില്ലേ? ഇതാ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് മാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ഇതാ. നമ്മുടെ ഫിഗർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഫിഗർ ആൻഡ് നമ്മളുടെ 4 ഓപ്ഷൻ ആൻസർ ഫിഗേഴ്സ് ആർ ദിസ്. ഞാൻ ഒന്ന് പാത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റില്ല. സോ ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും ആൻസർ നോക്കുക. ഇത് കണ്ടോ നീല കളറിൽ വരച്ചേക്കുന്നത് വാട്ടർ ആണെന്ന് കാണിക്കാനാണ് നീല കളറിൽ വരച്ചേക്കുന്നത്. ഏറ്റവും ആദ്യം ആൻസർ പറയുന്ന ആരാണെന്ന് മാം ഇപ്പൊ ചെക്ക് ചെയ്യും. ഹായ് സീന. മരുന്നൊക്കെ കഴിക്കുക, ഡോക്ടർ അടുത്ത് പോവുക കേട്ടോ. റെസ്റ്റ് എടുക്കണം. വെള്ളം നല്ല ചൂടുവെള്ളമൊക്കെ കുടിക്കണം. ഓക്കെ, ക്ലിയർ ആണ്. എല്ലാവരും ആൻസർ പറഞ്ഞു തുടങ്ങി. ആൻസർ പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ആരുടെയൊക്കെ ആൻസർ ആണ് കറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോഴും പല ആൻസേഴ്സ് പറയുന്നു. മാമിന് വിഷമം വരുന്നു. 1ഉം 3ഉം 2ഉം ഒക്കെ പറയുന്നു. ക്ലിയർ ആയില്ലേ? ശ്രദ്ധിച്ചിരിക്കണം. ആൻസർ കിട്ടാത്തവർ വളരെ ശ്രദ്ധിച്ചിരിക്കുക. മാം ഉത്തരം പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ ആണ്. നമ്മളൊരു കാര്യം പറഞ്ഞു. ഇവിടെ ടോപ്പ് അല്ലെ, ടോപ്പ് ബോട്ടം. ഈ ബോട്ടത്തിൽ വരച്ചത് അടുത്ത നമ്മുടെ ഉത്തരത്തിന്റെ ടോപ്പായി മാറണം. നോക്കിയേ, ഇവിടെ ഈ കുഞ്ഞു സാധനം വരച്ചു. എന്നിട്ടാണ് നമ്മൾ ഉത്തരത്തിലേക്ക് പോകേണ്ടത്. ഇനി ഈ ചുണ്ട് ഈ സൈഡിൽ തന്നെ ഇരിക്കണം. അല്ലാതെ മിറർ ഇമേജ് പോലെ ഇപ്പുറത്ത് കൊണ്ടുപോയി വരയ്ക്കരുത്. ഈ ചുണ്ട് എവിടെ ഇരിക്കണം? ഈ സൈഡിൽ തന്നെ ഇരിക്കണം. അപ്പോ ഈ ഫിഗറിൽ ഈ ചുണ്ട് ഈ സൈഡ് അല്ലാത്ത ഇത് ഞാൻ വെട്ടി, ഇതും ഞാൻ വെട്ടി. കാര്യം ഫിഗറിലെ ചുണ്ട് ഇവിടെ തന്നെ ഇരിക്കണം. ഇവിടെ തന്നെ ഇരിക്കണം.
ഇനി ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ചുണ്ട് കണ്ണ് നോക്കിയാൽ നമുക്ക് ഉത്തരത്തിൽ എത്താം. എന്താണ് ഇവിടെ ആൻസർ? ആൻസർ വരുന്നത് എന്താണ്? ഈ ചുണ്ടും ഈ വരയും തമ്മിൽ ഒരു അകലമില്ലേ? അകലം എവിടെയാണുള്ളത്? ഓപ്ഷൻ 1 ഉള്ളത്. എവിടെയാണുള്ളത്? കറക്റ്റ് ആയിട്ട് നമ്മളുടെ ആൻസർ ഫിഗർ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ഫിഗർ ആൻസർ ഫിഗറും കൂടെ ഒത്തു നോക്കണം. നോക്കുക, ഒരു വര കഴിഞ്ഞ് ഇവിടെയാണ് ഈ ഒരു കണ്ണിരിക്കുന്നത്. വര കഴിഞ്ഞ് ആ ഒരു ഡിസ്റ്റൻസിൽ. പക്ഷെ ഇവിടെ കണ്ടോ, ഇത് എവിടെയാണ് കൊണ്ടുവച്ചേക്കുന്നത്? കണ്ണ് ദാണ്ട് ഈ ഒരു കഴുത്തിന്റെ ഭാഗത്താണ് ഇവിടെ കണ്ണ് വരച്ച് വെച്ചേക്കുന്നത്. കഴുത്തിന്റെ ഭാഗത്താണോ കണ്ണ് വരേണ്ടത്? അല്ല. കഴുത്തിന്റെ ഭാഗത്താണോ കണ്ണ് വരേണ്ടത്? അല്ല. കണ്ണിന്റെ ഭാഗം വേറെതല്ലേ? അപ്പൊ അതാണ് അവിടുത്തെ കുഞ്ഞു കാര്യമാണ്. നമ്മൾ കുഞ്ഞായിട്ടൊന്ന് ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് എന്നെ മായ്ക്കാണ്, എല്ലാരും ശ്രദ്ധിക്കുക. കഴുത്തിന്റെ ഭാഗത്താണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ചുണ്ട് ഈ വരച്ചിട്ടാണ് കണ്ണ്. ഇവിടെ കണ്ടോ, ഈ കഴുത്തിന്റെ ഭാഗത്താണ് കണ്ണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫിഗറിൽ? ക്വസ്റ്റ്യൻ ഫിഗറിൽ കഴുത്തിന്റെ ഭാഗത്താണോ? അല്ല. ക്വസ്റ്റ്യൻ ഫിഗറിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ക്വസ്റ്റ്യൻ ഫിഗറിൽ അങ്ങനെ അല്ല. അപ്പൊ നമ്മൾ അങ്ങനെ വരയ്ക്കരുത്. ആൻസർ ഓപ്ഷൻ 1 ആണ്. എത്ര പേർക്ക് മനസ്സിലായി? എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേ, സ്മൈലീസ് ഒക്കെ ഇട്ടേ. അടുത്ത ചോദ്യം ഇതാണ്, ഈസിയാണ്. ഓക്കെ, എലിമിനേറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഉത്തരം കിട്ടും. അനൂട്ടി മനസ്സിലായോ? അനൂട്ടി ലേറ്റ് ആയിട്ടാണോ ഇന്ന് വന്നത്? ഇപ്പൊ മനസ്സിലായോ അനൂട്ടിക്ക് മനസ്സിലായോ? ഹായ് ഏഞ്ചല, പിടികിട്ടുന്നുണ്ടോ? ഹായ് വെണ്ണൂർ.com. അനൂട്ടിക്ക് മനസ്സിലായോ? ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു തരാം. എല്ലാരും വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നു. ഇവ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ 1 എന്ന്. നമുക്ക് നോക്കണം ആരുടെ ആൻസർ ആണ് ശരി. ഏറ്റവും ആദ്യം ആൻസർ ഇവയാണ് പറഞ്ഞിരിക്കുന്നത്. അനീഷ് 3 ആണ് പറയുന്നത്, നീതു 2 ആണ് പറയുന്നത്. പല പല ആൻസേഴ്സ് ആണ് പറയുന്നത്. ആരുടെ ആൻസർ ആണ് ശരി എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ശ്രീലക്ഷ്മി പിടികിട്ടി. അനൂട്ടി കമന്റ് ചെയ്യണേ. അനൂട്ടി മനസ്സിലായോ? അനൂട്ടിക്ക്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ സൈഡിൽ ഇരിക്കുന്ന ആളുകൾ ഈ സൈഡിൽ തന്നെ ഇരിക്കണം. സൈഡ് മാറാൻ പാടുണ്ടോ? ഈ സൈഡിൽ ഇരിക്കുന്ന ആൾ ഈ സൈഡിൽ തന്നെ ഇരിക്കണ്ടേ? സൈഡ് മാറാൻ പാടുണ്ടോ? സൈഡ് മാറാൻ പാടില്ല. സൈഡ് മാറിയവരെ എല്ലാം വെട്ടിക്കളയാൻ പോവുകയാണ്. നോക്കിയേ, ഇവിടെ ഈ സൈഡിൽ ഇരിക്കുന്ന ആള് ഇവിടെ ഉണ്ടോ? ഈ സൈഡിൽ ഇരിക്കുന്ന ആൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ആ സൈഡിൽ ഇരിക്കുന്നവർ ആ സൈഡിൽ തന്നെ വരണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഇതാണ് ടോപ്പ്, ഇതാണ് ബോട്ടം. ടോപ്പിലിരിക്കുന്ന ആൾ ബോട്ടത്തിലെത്തണം, ബോട്ടത്തിലിരിക്കുന്ന ആൾ ടോപ്പിലിരിക്കണം. അപ്പൊ ഇവിടുത്തെ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ചതുരം ഇങ്ങനെ വരച്ചിട്ട്, ഇതൊരു സ്ക്വയർ ആണ്, ഈ സ്ക്വയർ ഇങ്ങനെ വരച്ചിട്ട് ഈ ഫിഗർ ആണ് ആദ്യം വരയ്ക്കേണ്ടത് അല്ലെ? ഇതാണ് ആദ്യം വരയ്ക്കുന്നത്. ഇതാണ് ഇവിടെ ആദ്യം കാണേണ്ടത്. ഇതാണോ ആദ്യം കാണേണ്ടത്? ഇതല്ലേ ആദ്യം വരയ്ക്കുന്നത്? ഇവിടെ നിന്നല്ലേ തുടങ്ങാം. അപ്പൊ ഇവിടെ ഇതാണോ ആദ്യം? അപ്പൊ തന്നെ ഇത് രണ്ടും വെട്ടി. ഇനി രണ്ടാമത് നമ്മൾ ഇതിനെയാണ് ഇതിന്റെ തൊട്ട് താഴെ വെക്കേണ്ടത്. ഇതിന്റെ തൊട്ട് താഴെ അതുണ്ട്. പക്ഷേ ഇതിന് എന്തെങ്കിലും ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ചേഞ്ച് വരത്തില്ലേ? ഇത് തിരിഞ്ഞു വരത്തില്ലേ? ഇങ്ങോട്ട് വരത്തില്ലേ? അപ്പോ ഇതിന് ഒരു ചേഞ്ചും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ തന്നെ നമുക്ക് ഇത് വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ 2 ആണ് എന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയില്ലേ? അതായത് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഓക്കെ, നോക്കിയേ, ഒന്നും കൂടെ ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് ദാണ്ട് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. അതായത് ഇത് നമുക്ക് ഈ ടോപ്പ്, ഇതെന്താണ്? ഇതിന്റെ ടോപ്പ് ഇതിങ്ങനെ വരണം.
എന്നിട്ട് താഴോട്ട് വന്നേക്കുന്നു. അപ്പൊ അത് താഴോട്ട് വരച്ചു. എന്നിട്ട് ഇത് ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് വരച്ചു. അപ്പൊ അത് ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് ഈ വലിയ ഭാഗമാണ് ആദ്യം വരേണ്ടത്. വലിയ ഭാഗം ആദ്യം വരണം. എന്നിട്ട് കുഞ്ഞു ഭാഗത്തിലേക്ക് പോകണം. വലിയ ഭാഗം വന്നത് ഇതിനാണ് അല്ലെ? വലിയ ഭാഗം വന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. വലിയ ഭാഗം വന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് 2 ആണ് ആൻസർ. എല്ലാവരും ശ്രദ്ധിക്കുക. വലിയ ഭാഗം, അതായത് ടോപ്പിലിരിക്കുന്ന ഈ സാധനം നമുക്ക് ബോട്ടത്തിൽ എത്തണം. അതാണ് ഇവിടെ വന്നത്. ഇവിടെ കുഞ്ഞു സാധനമാണ് വന്നേക്കുന്നത് അല്ലെ? അതല്ലല്ലോ വരേണ്ടത്. അതുപോലല്ലോ വരേണ്ടത്. ഇനി ഇവിടെ നമ്മൾ നോക്കണം. ഇതാണ് ഇതിന്റെ ബോട്ടം. ഈ വലുതാണ് താഴെ വരേണ്ടത്. ആ വലുതാണ് ഇവിടെ വന്നത്. തൊട്ട് താഴെ ഇത്. അപ്പൊ നമുക്ക് ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. എല്ലാവർക്കും 2 എന്ന ആൻസർ കിട്ടിയോ? എന്തുകൊണ്ട് നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോയി എന്ന് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, ആദ്യം മനസ്സിലായില്ലെങ്കിലും ജിൽസിന ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണ്. എന്തുകൊണ്ട് നിങ്ങളുടെ ആൻസർ തെറ്റി എന്ന് മനസ്സിലാകുന്നുണ്ടോ? ഹായ് അനാമിക. ഓക്കെ ഓക്കെ, ഇച്ചിരി ലേറ്റ് ആയിപ്പോ അല്ലേ അനാമിക? കുഴപ്പമില്ല അനാമിക, ഇനി മനസ്സിലാക്കാൻ പറ്റും. നോക്കിയാൽ മതി, ശ്രദ്ധിച്ചിരിക്കുക. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ ബോട്ടത്തിൽ ഇരിക്കുന്ന ഇതിനെ ആദ്യം ടോപ്പിൽ വരയ്ക്കുക. അപ്പൊ ഇവിടെ ആദ്യം ഇത് വരണം. ഇനി ലെഫ്റ്റും ഈ സൈഡ് മാറാൻ പാടില്ല. ഈ സൈഡിൽ തന്നെ ഇത് ഇരിക്കണം. ഇത് രണ്ടും ഈ സൈഡിൽ തന്നെ, ഇത് രണ്ടും ഈ സൈഡുകളിൽ തന്നെ വരണം. പക്ഷെ ആദ്യം ഇത് വരണം, രണ്ടാമത് ഇത് വരണം. ഇത് രണ്ടും ഈ സൈഡിൽ തന്നെ, ഇത് രണ്ടും ഈ സൈഡിൽ തന്നെ. സൈഡ് സാധനങ്ങൾ മാറാൻ പാടില്ല. അപ്പോ ഇത് ആദ്യം വന്നു, ഇത് താഴെ വന്നു. അങ്ങനെയുള്ളൂ. സൈഡുകൾ മാറാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്നത് ഇപ്പുറത്തോ ഇപ്പുറത്തിരിക്കുന്നത് ഇപ്പുറത്തോ വരാൻ പാടില്ല. അത് നിങ്ങൾ എഴുതി തന്നെ വെക്കണം. ഈ സൈഡുകൾ മാറാൻ പാടില്ല. ടോപ്പ് ബോട്ടം ആകും, ബോട്ടം ടോപ്പ് ആകും. ഇതാണ് ഇതിന്റെ കാര്യം. ഇവിടുത്തെ ഉത്തരം വരുന്നത് എന്താണ്? ഉത്തരം വരുന്നത് എന്താണ്? ആൻസർ 2 ആണ്. ആൻസർ 2 ആണ്. ഇനി നമ്മളൊന്ന് റിവിഷനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഇതൊക്കെയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ സമയം, ഓരോ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. ഒറിജിനൽ ഇമേജ്, മിറർ ഇമേജ് ഇത് കണ്ടു. അതിനുശേഷം നമ്മൾ ദാണ്ട് ഇവിടെയും മിറർ ഇമേജിന്റെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെയും നമ്മൾ മിറർ ഇമേജ് വളരെ ഈസി ആയി പഠിച്ചു. അതിനുശേഷം ഇവിടെ വന്നു 3 കണ്ടീഷൻസ് ആണ് പഠിച്ചത്. മണികളാണെങ്കിൽ 12 കുറയ്ക്കുക, 11 മണിയിൽ താഴെയാണെങ്കിൽ 11:60 കുറയ്ക്കുക, ഇനി 11 മണിയിൽ കൂടുതലാണ് സമയമെങ്കിൽ 23:60 കുറയ്ക്കുക എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? മിറർ ഇമേജ്, ഇതിന്റെ മിറർ ഇമേജ് 3 ആയിരിക്കും അല്ലെ? ഇത് റിയൽ ഇമേജ് ആണ്. നമുക്ക് ഇതാണ് ഇതിന്റെ മിറർ ഇമേജ് ആയി കിട്ടുന്നത്. അടുത്തത് നമ്മൾ ഈ ഒരു ചോദ്യമാണ് കണ്ടത്. ഈ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് 5 മണിയാണ്. അപ്പൊ നമുക്ക് ഉത്തരം അറിയാം. 5 മണി എന്നുള്ള ഈ 5നെ ഇപ്പുറത്തോട്ട് വാക്കുമ്പോൾ 7 മണി എന്നാണ് നമുക്ക് കിട്ടുക. ക്ലിയർ ആണ്? ഇവിടെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചു. ട്രയാങ്കിൾ ആണെങ്കിൽ ഇൻവേർട്ട്, സ്ക്വയർ ആണെങ്കിലും ഇൻവേർട്ട്. ഈ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഈ ഒരു ഫിഗർ കണ്ടിരുന്നു. ഓരോന്നും എങ്ങനെയാണ്. ഇപ്പൊ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കൊരു ഇൻവേർട്ട് ട്രയാങ്കിൾ ആണ് വാട്ടർ ഇമേജ് കിട്ടുന്നത് അല്ലെ? എല്ലാം വാട്ടർ ഇമേജ് ആണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? വാട്ടർ ഇമേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ബോട്ടത്തിൽ ഇത് വെക്കുന്നത്. ഒരു ഫിഗറിന്റെ ബോട്ടത്തിൽ വെക്കുന്നത്. ഇത് കണ്ടോ? ആരോസ് ഒക്കെ ഹൊറിസോണ്ടൽ ആരോസിനൊന്നും മാറ്റില്ല. ഈ ആരോകളൊക്കെയാണ് ഒരു ചേഞ്ച് വരുന്നത്. പിന്നെ നമ്മൾ ലെറ്റേഴ്സിൻ്റെത് പഠിച്ചു. എസിലൊക്കെ ചേഞ്ച് വരുന്നത് കണ്ടു, ആറിലെ ചേഞ്ച് കണ്ടു, എ ചേഞ്ച് കണ്ടു, സ്മോൾ ലെറ്റേഴ്സും നമ്പേഴ്സിന്റെയും കണ്ടു. അതിനുശേഷം ഒരു ചേഞ്ചും വരാത്ത ലെറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആണോ? പിന്നീട് നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്കാണ് വന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ 4 ആണ് ആൻസർ ആയി കിട്ടിയത്. നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ 4 ആയിരുന്നു അല്ലേ? പിന്നെ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരുന്നതിന് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്ക് പോയി. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇനി നമ്മൾ ഈ ഒരു ചോദ്യമാണ് കണ്ടത്. ഇവിടെ നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ 2 ആണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓപ്ഷൻ 2 ആണ്. ഇനി നമ്മൾ ഇതിന്റെ ആൻസറിലേക്കാണ് പോയത്. ഇതൊരു ഫിഗർ ആയിരുന്നു. വളരെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിൽ എത്താം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 1 ആണ്.
പിന്നെ നമ്മൾ ഈ ഒരു ഫിഗർ ആണ് കണ്ടത്. ഇവിടെ നമുക്ക് ആൻസർ എന്താണ് കിട്ടിയത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടുത്തെ ആൻസർ എന്തായിരുന്നു? കണ്ണ് നോക്കണം. കണ്ണ് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ 1 ആണ് ഉത്തരമായി കിട്ടിയത്. പിന്നെ നമ്മൾ ഈ ഒരു ചോദ്യമാണ് ചെയ്തത്. ഓപ്ഷൻ 2 നമുക്ക് ഉത്തരമായി കിട്ടി. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്തേ. ഇത്രയും പഠിച്ചതിൽ നിന്ന് ഈ ഒരു ചോദ്യം എല്ലാവരും ഒന്ന് ചെയ്യുക. ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഹായ് അനീഷ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല, ഇനിയും ഉണ്ട് ക്ലാസ് കേട്ടോ. ക്ലാസ് തീർന്നിട്ടില്ല. കിട്ടുന്നുണ്ടോ? ഹായ് സ്റ്റഡി ടൈം, ലവ് യു ടു. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അനാമികയ്ക്ക് പിടി കിട്ടിയില്ലേ? ഓക്കെ ആണ്, മനസ്സിലായല്ലോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ഹായ് വെണ്യൂർ.com, സുഖമായിരിക്കുന്നോ? ഹായ് മോൻസ് എബ്രഹാം, ലവ് യു ടു. ഹായ് അന്ന, ബിജു, ജിൻസി. ഹായ് സ്റ്റഡി ടൈം, മേരി, ഏഞ്ചല, ജാസ്മിൻ. ഓക്കെ, ക്ലോക്കിന് നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ലേറ്റ് ആയി വന്നുകൊണ്ടാണ് ഞാൻ ഈ 3 ഇക്വേഷൻ നോട്ടിലിടാം. പിന്നെ വളരെ അപ്പുറവും ഇപ്പുറവും വരച്ചാലും മതി, നമുക്ക് റെക്കോർഡ് കിട്ടുമല്ലോ ക്ലാസ്. അപ്പൊ ഒന്ന് കാണുക, പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ആൻസർ വന്നോ? നമ്മൾ നോക്കുകയാണ് കറക്റ്റ് ആൻസർ. എന്താണ് ഇതിന്റെ ആൻസർ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങോട്ടാണ് ഈ ഫിഗർ വരുന്നത് അല്ലെ? ഇങ്ങോട്ടിരിക്കുന്ന ഈ ഫിഗർ നമുക്ക് ടോപ്പിൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം ആണ് ചെയ്യേണ്ടത്. അപ്പോ നിങ്ങൾ എല്ലാവരും ആൻസർ ഒരുപോലെ എഴുതിയിട്ടുണ്ട്. 1 എന്നൊരു ആൻസർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് ഇങ്ങനെ ടോപ്പിൽ നിന്നാണ് ബോട്ടത്തിലേക്ക് പോകേണ്ടത് അല്ലെ? ഇതാണ് ഇവിടെ ടോപ്പ്, ഇതാണ് ബോട്ടം. ഇനി നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ഒരു വാട്ടർ ഇമേജ് വരയ്ക്കുമ്പോൾ ഇതിന്റെ ബാക്കി എന്ന രീതിയിലാണ് വരുന്നത്. ബോട്ടം ആണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ഇങ്ങോട്ട് വരയ്ക്കും, ഈ ആരോ താഴോട്ടിരിക്കും, എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനല്ലേ കിട്ടേണ്ടത്? ഇങ്ങനല്ലേ കിട്ടേണ്ടത്? ക്ലിയർ ആണോ? ഇത് ഇങ്ങനെ തന്നെ വരും. അപ്പോ നമുക്ക് ഇവിടെയാണോ ഇത് വരേണ്ടത്? തെറ്റല്ലേ? തെറ്റാണ്. ഈ സൈഡിലോട്ടാണോ ഇത് പോകുന്നത്? തെറ്റല്ലേ? ഇതിലോട്ടാണോ പോകുന്നത്? തെറ്റല്ലേ? ഈ സൈഡിലോ ഇത് നമ്മുടെ സെയിം ഫിഗർ തന്നെയല്ലേ? വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ തന്നെ നമുക്ക് ഇത് 4 വെട്ടാം. ഇത് കണ്ട ഈ സാധനം നമ്മുടെ ടോപ്പിൽ ഇരിക്കുന്ന ആള് താഴെ വരണം, അത് ശരിയാണ്. പക്ഷെ ഈ സൈഡ് മാറുമോ? ഇല്ല. ഈ സൈഡിൽ തന്നെ നിൽക്കണം. ഈ സൈഡിൽ തന്നെ നിന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി 1 ആണ്. ആൻസർ കിട്ടി 1 ആണ്. ക്ലിയർ ആണോ? അപ്പൊ എല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം തന്നെ സൈഡ് ശ്രദ്ധിക്കുക. ഈ സൈഡിൽ നിൽക്കുന്ന ഫിഗർ ഈ സൈഡുകളിൽ തന്നെ നിൽക്കണം. ഈ സൈഡിൽ തന്നെ നിൽക്കണം. ഈ സൈഡിൽ നിൽക്കുന്ന ആകപ്പാട് ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഈ സൈഡിൽ നിൽക്കുന്ന ഇതൊരെണ്ണമുണ്ട്, ഇതൊരെണ്ണമുണ്ട്. ഇനി ഇത് മുകളിൽ നിന്നാൽ ഇത് താഴെ നിൽക്കണം. അപ്പൊ ഇത് താഴെയല്ല, ഇത് വെട്ടി. നമുക്ക് ഉത്തരം കിട്ടി, ഇതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് എലിമിനേഷനിലൂടെ നമുക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ 2-3 കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് ഉത്തരത്തിൽ എത്താം. ഒന്ന്, ടോപ്പിൽ നിൽക്കുന്ന ആള് ബോട്ടത്തിൽ വരണം. പിന്നെ നമുക്ക് എന്ത് വരണം? ഇത് സൈഡ് മാറരുത് എന്നുള്ള കാര്യം കൊണ്ട് ഉത്തരത്തിലെത്താം. ഇവിടെ നിന്നാണ് ഇത് വരയ്ക്കേണ്ടത്. ഈ കോർണറിൽ നമ്മൾ തുടങ്ങി ഇങ്ങോട്ട്, അതിനുശേഷം നമുക്ക് ഉത്തരം കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെ കറക്റ്റ് ഫിഗർ ചൂസ് ചെയ്യാനാണ്. കണ്ടോ? ചൂസ് ദ കറക്റ്റ് വാട്ടർ ഇമേജ് എന്ന ക്വസ്റ്റ്യനിൽ കാണും. ഓഫ് ദ ക്വസ്റ്റ്യൻ ഫിഗർ ഫ്രം ദ ഗിവൻ ആൻസർ ഫിഗർ അസ്യൂം ദാറ്റ് വാട്ടർ ഈസ് എമംഗ് XY. കണ്ടോ? XY വാട്ടർ. ഇത് വാട്ടർ ഇമേജ് ഒന്നും തന്നില്ലേലും നിങ്ങളുടെ ഫിഗറിൽ താഴെയാണ് ഈ വര കിടക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇത് വാട്ടർ ഇമേജ് എന്നാണ്. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. ഞാനത് പറയാം. ഓക്കെ, അത് പറഞ്ഞിട്ട് മനസ്സിലായോ? എന്തായിരിക്കും ഇതിന്റെ ഉത്തരം വരുന്നത്? ഇവിടാണ് വരുന്നത് അല്ലേ? ഈ ഫിഗർ ഇവിടെ തുടങ്ങും, താഴെ തുടങ്ങും. എന്നിട്ട് ദാണ്ടെ ഇവിടെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ് വരുന്നത്. ഈ സൈഡിൽ തന്നെയാണ് ഈ നേരെ വരയുള്ളത്. സൈഡിൽ ഈ സൈഡിലാണ് ഇങ്ങോട്ടുള്ള വര. ഈ സൈഡിൽ. ക്ലിയർ ആണ്? ഇങ്ങനെയാണ് ഈ ഫിഗർ വരേണ്ടത്. ഓക്കെ ആണ്? ഈ അറ്റത്താണ് ഇതിരിക്കുന്നത്, ഈ അറ്റത്താണ് ഇതിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞിരുന്നു ട്രയാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ വരും
അല്ലെ. ഇത് ഇത് ചേർത്തങ്ങ് വരച്ച ഇതിങ്ങനെയാണ്, ഇങ്ങനെ വരയ്ക്കുക. ഈ സൈഡിലാണ് ഈ വര, ആ സൈഡിൽ വര വരയ്ക്കുക. ഇനി ഈ സൈഡിലാണ് സ്ലാൻഡിങ് ലൈൻ, ഈ സൈഡിൽ തന്നെ താഴോട്ടായിരിക്കും സ്ലാൻഡിങ് ലൈൻ വരുന്നത്. ഓക്കെ ആണ്, എല്ലാവർക്കും പിടി കിട്ടിയോ? അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? ഓപ്ഷൻ 3 ആണ് നമ്മളുടെ ഉത്തരം. ഇവിടെ കണ്ടോ, ഈ ഫിഗറിനെ മിറർ ഇമേജ് ചെയ്ത് വെച്ചേക്കുവാണ് ഇപ്പുറത്തോട്ട്. തെറ്റാണ്. ഇപ്പുറത്തോട്ടാണോ സെയിം ഫിഗർ വരച്ച് വെച്ചേക്കുന്നോ? തെറ്റാണ്. ഇനി ഇവിടെ ആണെങ്കിൽ ദാണ്ട് തിരിച്ചു വെച്ചേക്കുന്നു. അപ്പോൾ ഓപ്ഷൻ 2ഉം തെറ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് എലിമിനേഷനിലൂടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കറക്റ്റ് ആയി. ഓക്കെ, ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമ്മളിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. നമുക്ക് മിറർ ഇമേജിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. വാട്ടർ ഇമേജിന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ഹോംവർക്ക് പോലെ മിറർ ഇമേജ് മിററിൽ കൊണ്ടുവന്ന് കുറെ കാര്യങ്ങൾ കാണിക്കണം. അതുപോലെ തന്നെ സമയങ്ങളൊക്കെ പോയി നോക്കണം. പിന്നെ നിങ്ങൾ നിങ്ങളൊരു ഗ്ലാസ്സിൽ, ഒരിക്കലും ഒരു കുളത്തിന്റെ അടുത്തോ വേറെ ഒരു വാട്ടറിന്റെ സ്ഥലത്തോട്ട് നിങ്ങൾ പോകരുത്. ഭയങ്കര അപകടമാണ്. നമ്മളുടെ ജീവനാണ് നമുക്ക് വലുത്. ഒരു ഗ്ലാസ്സിലോ ജാറിലോ ഒക്കെ വെച്ച് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ. ഓക്കെ ആണ്? ക്ലിയർ അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.